ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ലക്ഷ്യം വെച്ചുകൊണ്ട്, എന്നാൽ എല്ലാ ഡിഗ്രി ലെവലോ ബാക്കിയുള്ള എക്സാമുകൾക്കും എല്ലാത്തിനും ഉപകാരം വരുന്ന രീതിയിൽ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡിസംബർ പകുതിയോടുകൂടി നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുവരേക്കും സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കൊന്ന് കൃത്യമായി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടും ആ രീതികൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീക്ക്ലി സ്റ്റഡി പ്ലാനുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ആ വീക്ക്ലി സ്റ്റഡി പ്ലാനിലെ 3-ാമത്തെ ആഴ്ച അവസാനിച്ചിരിക്കുകയാണ്. 3-ാമത്തെ ആഴ്ചയുടെ അവസാനം നമ്മൾ ഇപ്പോഴും നടത്തുന്ന പോലെ മൺഡേ മുതൽ ഫ്രൈഡേ വരെ നമ്മൾ ഓരോരോ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. വിവിധ ടോപ്പിക്കുകൾ സാറ്റർഡേ ദിവസം ട്യൂസ്ഡേയും തേഴ്സ്ഡേയും 2 ചെറിയ കുറച്ച് 10 വീതം ചോദ്യങ്ങൾ തന്ന് നിങ്ങൾ പഠിക്കുന്നത് ഒന്ന് പുഷ് ചെയ്ത് വിടുന്നു. സാറ്റർഡേ നമ്മൾ 25 PSC മോഡൽ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തരികയും ആ ചോദ്യങ്ങളുടെ മേലെ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 3rd വീക്കിലെ ചർച്ചയാണ് നടത്താൻ പോകുന്നത്, ഡിസ്കഷനാണ് നടത്താൻ പോകുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വിഷയങ്ങൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സമൂരിൻ്റെ സമയം, പോർച്ചുഗീസുകാരുടെ, ഡച്ചുകാരുടെ, ഫ്രഞ്ചുകാരുടെ ഒരു സമയത്തിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം എക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ പോലെയുള്ള ചില കാര്യങ്ങൾ. ഒപ്പം തന്നെ ഇംഗ്ലീഷിലെ നൗൺ പ്രോനൗൺ വിഭാഗങ്ങളും. ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹയർ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉടനെ തന്നെ പോകുന്നില്ല. അത് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ പാർട്ടുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ പുതിയതായിട്ട് നമ്മൾ ഫ്രഷായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. സോ 3rd വീക്കിലെ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. നോക്കൂ, ആദ്യ ചോദ്യം, 1571 ചാലിയം കോട്ട പിടിച്ചെടുത്ത കുഞ്ഞാലി ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏത് കുഞ്ഞാലിയാണ്, അല്ലേ? വിച്ച് കുഞ്ഞാലി വാസ് ബിഹൈൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ചാലിയം ഫോർട്ട് ഇൻ ദ ഇയർ ഓഫ് 1571 എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം, അല്ലേ, കുഞ്ഞാലി എന്ന് പറയുന്ന കുഞ്ഞാലി മരക്കാർ, അല്ലെ, മരക്കാമാർ എന്ന് പറയുന്ന ആ രീതി. മരക്കാർ എന്ന് വെച്ചാൽ എന്താണ്, കടലിൽ, അല്ലെ, കടലിൽ ഈ കപ്പലുകൾ ഉണ്ടാക്കുക, ആ വഴിക്ക് എന്താ പറയുക, ഉരു ഉണ്ടാക്കുക, ആ വഴിക്കുള്ള മറ്റു പരിപാടികൾ ചെയ്തിരുന്ന ആളുകളെയൊക്കെ മരക്കാർ എന്ന് വിളിച്ചിരുന്നു. പിന്നെ മരക്കാന്മാർ, കുഞ്ഞാലി മരക്കാർ എന്നുള്ളത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ എന്ന തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഉയരുന്നൊരു കാലഘട്ടം നമ്മൾ കാണുന്നുണ്ട്. ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുമ്പോൾ കുഞ്ഞാലിമാർ പല ആളുകളുണ്ട്, അല്ലേ? ആദ്യത്തെ എന്താണ്, കുട്ടിയാലി എന്ന് വെച്ച ഒരാളുണ്ട്, അല്ലേ? കുട്ടിയാലി ഉണ്ട്, അല്ലേ? കുട്ടി പോക്കറാലി ഉണ്ട്. രണ്ടാമത്തെ കുഞ്ഞാലി ഇത് ഒന്നാമൻ, ഇത് രണ്ടാമൻ. പിന്നെ പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ, അല്ലേ? പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്നറിയപ്പെട്ട മൂന്നാമത്തിനുണ്ട്, അല്ലേ? പിന്നെ മുഹമ്മദ് കുഞ്ഞാലി എന്ന പേരിൽ അറിയപ്പെടുന്ന 4-ാമനുണ്ട്, അല്ലേ? അപ്പോൾ ഈ രീതിയിൽ പല കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കുക. ഈ 4 പേരാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട 4 ആളുകൾ, അല്ലേ? ഇതിലെ 3-ാമത്തെ ആൾ മാത്രമാണ് പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന 3-ാമൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലപ്പെടാതെ, നോട്ട് കിൽഡ്, യുദ്ധത്തിൽ കൊല്ലപ്പെടാതെ സ്വാഭാവികമായിട്ടുള്ള മരണം ലഭിക്കുന്ന ഒരേ ഒരാൾ, ദ ഓൺലി കുഞ്ഞാലി മരക്കാർ ഹു വാസ് നോട്ട് കിൽഡ് ഇൻ ദ വാർ. മനസ്സിലായി? സ്വാഭാവികമായിട്ടുള്ള മരണം കിട്ടുന്ന ഒരാൾ മാത്രം ആരായിരുന്നു, അത് പട്ടുമരക്കാർ അല്ലെങ്കിൽ പടമരക്കാർ. നിങ്ങൾ അറബിക്കടലിൻ്റെ സിംഹം, അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറഞ്ഞിട്ടുള്ള പ്രിയദർശൻ ഡയറക്ടോറിയൽ മോഹൻലാലിൻ്റെ മൂവി കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും. അതിൽ സിദ്ദിഖിൻ്റെ കഥാപാത്രമുണ്ട്. സിദ്ദിഖിൻ്റെ കഥാപാത്രം ആരാണ്, പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്ന് പറയുന്ന ഈ 3-ാമനാണ് അതിൽ സിദ്ദിഖിൻ്റെ കഥാപാത്രമായിട്ട് വരുന്നത്. അദ്ദേഹം എന്താണ്, എപ്പോഴും മരണത്തിനെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ എന്ന രീതിയിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ 4 കുഞ്ഞാലി മരക്കാന്മാരുണ്ടായിരുന്നു എന്നും അവരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? ഇനി ഇതിലാരാണ് 571 ചാലിയം കോട്ട പിടിച്ചെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. ആരാണെന്നറിയാമോ കൂട്ടുകാർക്ക്? ആ ആൾ എന്ന് പറയുന്നത് നമ്മളുടെ 3-ാമത്തെ കുഞ്ഞാലി 3-ാമൻ, പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന 3-ാമത്തെ കുഞ്ഞാലി മരയ്ക്കാറായിരുന്നു ചാലിയം കോട്ട പിടിച്ചെടുക്കാനായിട്ട് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാലിയം കോട്ട എന്ന് പറയുന്നത് 1531, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. 531 നിനോഡ കുൻഹ, ആരാണ്? നിനോഡ കുൻഹ ഇവിടെ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് വന്നതിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്, 24 ഗാമ മരിക്കും, അല്ലേ? 3-ാമത്തെ ഒരു വാസ്കോഡ ഗാമ വൈസ്രോയി ആയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം 24 ഡിസംബറിൽ ഇത് ചെയ്യുകയാണ്, കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. പിന്നീട് വന്ന വൈസ്രോയിമാരൊന്നും അത്രയധികം പേര് കേട്ട ആളുകളായിരുന്നില്ല. 31 മുമ്പായിട്ട് 29 ആര് വരികയാണ്, നിനോഡ കുൻഹ വൈസ്രോയി ആയിട്ട് ഇങ്ങോട്ട് എത്തുകയാണ്. നിനോഡ കുൻഹ 1529 എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് എത്തുകയാണ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്,
സാമൂതിരിയുടെ കുറച്ച് അയൽനാടായിട്ടുള്ള അയൽനാടിൻ്റെ ഭാഗത്താണ് ഈ ചാലിയം കിടക്കുന്നത്. അപ്പോൾ ചാലിയത്ത് എന്ത് ചെയ്യുകയാണ്, ഒരു കോട്ട കെട്ടുകയാണ്. ഈ കോട്ട എന്ന് പറയുന്നത് വളരെയധികം എന്തായിരുന്നു, സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അതായത് സാമൂതിരിക്ക് വളരെയധികം എന്താ പറയുക, പടനീക്കം നടത്തുന്ന സമയത്ത് വലിയ തലവേദനയായി മാറിയേക്കാവുന്ന ഒരിടത്ത് ആയതുകൊണ്ട് തന്നെ ചാലിയം കോട്ടയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു, സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന പേരിലാണ് ഏത് കോട്ട അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ചാലിയം കോട്ട അറിയപ്പെട്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ ചാലിയം കോട്ട നശിപ്പിക്കുക എന്നത് സാമൂതിരിയുടെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു. 31 പണി കഴിപ്പിച്ച കോട്ട 571 കുഞ്ഞാലി മൂന്നാമൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുകയാണ്, നടത്തിയിട്ടുള്ളൊരു നീക്കത്തിലും അതുപോലെ തന്നെ കരവഴിക്ക് മറ്റ് സൈന്യവും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ചാലിയം കോട്ട കല്ലിന്മേൽ കല്ലില്ലാത്ത വിധം നശിപ്പിച്ചു എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ കാലഘട്ടത്തിലെ കൃതികളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ചാലിയം കോട്ടയെക്കുറിച്ചും അത് ആര്, നിനോഡ കുൻഹയുടെ സമയത്താണ്, 531 ഇതേ 531 ഇത് കെട്ടി 531 തന്നെയാണ് കുഞ്ഞാലി ഒന്നാമൻ മരണപ്പെടുന്നത്. കുട്ടിയാലി എന്ന് പറയും അല്ലേ, കുട്ടിയാലി എന്ന പേരുള്ള കുഞ്ഞാലി ഒന്നാമൻ മരണപ്പെടുന്നതും 1531 എന്ന് നിങ്ങൾ ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ കുറേയധികം ഇൻഫോർമേഷൻസ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ എന്താണ് എന്നുള്ളത്. ഉദയം പേരൂർ സുനഹദോസ് നടന്നത് ഏതു വർഷമാണ് എന്ന് ചോദിക്കുകയാണ്. ദ സിനഡ് ഓഫ് ഡാംപർ അഥവാ ഉദയം പേരൂർ സെനറ്റ് ടുക്ക് പ്ലേസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ്, താഴെ തന്നിട്ടുള്ളത് ഏത് വർഷത്തിലാണ്. അപ്പോൾ നമുക്ക് അറിയാം PSCയുടെ ചോദ്യങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ മാത്രമല്ല വരുന്നത് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പഴയതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. എസ്പെഷ്യലി പ്രിലിംസിൻ്റെ സമയത്ത്. മനസ്സിലാവുന്നുണ്ടോ? പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക തന്നെ വേണ്ടതുണ്ട് അല്ലേ. മെയിൻസിലേക്ക് നമ്മൾ തീർച്ചയായും പ്രിപ്പയർ ചെയ്യണം. പക്ഷേ പ്രിലിമിനറി തലത്തിലേക്കുള്ള എക്സാം കടന്നിട്ടല്ലേ നമ്മൾ മെയിൻസിലേക്ക് എത്തുള്ളൂ. അപ്പോൾ പ്രിലിംസിൽ ഏതാണ്ട് കുറേ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. സോ വർഷങ്ങൾ, ആളുകളുടെ പേരുകൾ, സ്ഥാനങ്ങൾ ഇവയൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി എപ്പോഴാണ് ഉദയം പേരൂർ സുനഹദോസ് നടക്കുന്നത്? നിങ്ങൾക്ക് അറിയാമല്ലേ, പോർച്ചുഗീസുകാരുടെ ഇവിടുത്തെ ഒരു മതനയം എന്ന് പറയുന്നത് വളരെയധികം എന്തായിരുന്നു, നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു മതനയമായിരുന്നു അല്ലേ. അവരവരുടേതായ വിശ്വാസങ്ങളിൽ മാത്രം ആളുകൾ ഇവിടെ നടക്കണമെന്ന് വിശ്വസിച്ചിരുന്നവർ മുസ്ലിങ്ങൾക്കായിട്ടുള്ള ആളുകൾക്കെതിരായിരുന്നു. ഇവിടുത്തെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ ഉള്ളിലും അവർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ പോപ്പിൻ്റെ അടിയിലേക്കാണ് എല്ലാവരും വരേണ്ടത് എന്നെന്ത് ചെയ്യുകയാണ്, പോർച്ചുഗീസുകാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, നമ്മളുടെ ഈ സിറിയൻ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സിറിയ നിങ്ങൾക്കറിയാലോ. അപ്പോൾ സിറിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ ഈ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവരുടെ പാട്രിയാർക്കിൻ്റെ അടിയിലായിരുന്നു ബാബിലോണിയയിൽ. മനസ്സിലാവുന്നുണ്ടോ? ബാബിലോണിയയിൽ ഇപ്പോൾ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്, അറിയില്ല നമുക്ക്, സിറിയയിൽ ഇഷ്യൂസ് നടക്കുന്നതൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടത്തുള്ള എന്താ പറയുക, പാട്രിയാർക്കിൻ്റെ അടിയിലായിരുന്നു ആരുണ്ടായിരുന്നത്, അന്നത്തെ കാലത്തുള്ള കേരളത്തിലെ ക്രിസ്ത്യാനികളിലെ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവരോട് എന്ത് പറയുകയാണ്, നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളിത് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ലാറ്റിൻ ഭാഷയിൽ വേണം എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ആചാരങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലാറ്റിൻ ഭാഷയിൽ വേണം ഇവിടുത്തെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ആര് പറയുകയാണ്, ഇവർ ഉറച്ചു പറയുകയാണ്. ഇത് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവസാനം എന്തു ചെയ്യുകയാണ്, 1599 എന്ത് സംഭവിക്കുകയാണ്, ഒരു സുനഹദോസ് ഇവിടെ നടക്കുകയാണ്. ഉദയം പേരൂരിലാണ് നടക്കുന്നത്. എന്താ അവിടെ നടക്കുന്നത്, അലക്സ് ഡെ മെനാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അലക്സ് ഡെ മെനാസിസ് എന്ന് പറയുന്ന ഗോവയിൽ പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം ഗോവയിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഗോവയിലുള്ള അലക്സ് ഡെ മെനാസിസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു പാട്രിയാർക്കുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, 813 പ്രതിനിധികളുമായിട്ട് ഇങ്ങോട്ട് വരികയും ഒരു സുനഹദോസ്, ഒരു വലിയ മീറ്റിംഗ് നിങ്ങൾ കരുതിയാൽ മതി. ഓക്കെ, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. 813ഓളം പ്രതിനിധികളുമായി വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഇവിടെ 813 പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിരുന്നു. ഇവിടുത്തെ ആളുകൾ ഉൾപ്പെടെ എന്ത് ചെയ്തിരുന്നു, പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്യുകയാണ്, ഇവിടുത്തെ രീതിയിലുള്ള ആചാരങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് മാറ്റുകയാണ്. കുറേയധികം ഇവർ എന്താ പറയുക, ഈ ബാബിലോണിയൻ പാട്രിയാർക്കിനിടയിലുള്ള സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ പല രീതികളും എന്ത് ചെയ്യുകയാണ്, വേണ്ട എന്ന് വയ്ക്കും. കുറേ ഗ്രന്ഥങ്ങൾ കത്തിച്ച് കളയുന്നു. കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്,
നിരാകരിക്കുന്നു. അങ്ങനെ ഈ പുതിയ രീതി സ്വീകരിച്ച ആളുകളുടെ സഭ എന്നത് കൊച്ചി ബേസ്ഡ് ആയിട്ടും പഴയ രീതി തുടരാൻ തീരുമാനിച്ച ആളുകൾ അങ്കമാലി ബേസ്ഡ് ആയിട്ടുള്ള അതിരൂപതകളിൽ എന്ത് ചെയ്യുകയാണ്, തുടരുകയാണ്. ഇത് പഴയ ആളുകൾ, ഇത് പുതിയ ആളുകൾ എന്ന രീതിയിൽ തുടരുകയാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവരുടെ ഒരു ഐക്യം കുറേ കാലമൊന്നും നീണ്ടു പോകുന്നില്ല. അവസാനം ഇവർ ഇത്തരത്തിൽ എന്താ പറയുക, ഒരു പ്രഷർ ചെയ്തുകൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യം അത് തുടരാൻ താല്പര്യമില്ല എന്ന രീതിയിൽ 1653 ആകുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, ഇവിടുത്തെ ഈ അങ്കമാലി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ രീതികൾ തുടരുന്ന ആളുകളും കുറച്ച് മാറിയിരുന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളുടെ ബാബിലോണിയയിൽ തന്നെയുള്ള സിറിയയിലുള്ള ഈ ബാബിലോണിയയുടെ ആ ഭാഗത്തുള്ള പാത്രിയാർക്കിനോട് എന്ത് പറയുകയാണ്, ഒരു ആളെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ബിഷപ്പിനെ, ഒരു സിറിയൻ ക്രിസ്ത്യൻ ബിഷപ്പിനെ അയക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അഹറ്റല എന്ന പേരിൽ, എന്താണ് പേരുണ്ടായിരുന്നത്, അഹറ്റല എന്ന പേരുള്ള ഒരു ബിഷപ്പിനെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വാർത്ത പരക്കുകയാണ്, ഈ അഹറ്റല എന്ന് പറയുന്ന ഈ സിറിയൻ ക്രിസ്ത്യൻ ബിഷപ്പിനെ പോർച്ചുഗീസുകാർ ഗോവയ്ക്കിപ്പുറത്ത് ഏതോ ഒരു തീരത്ത് വെച്ച് തടഞ്ഞുവെന്നും അദ്ദേഹത്തെ കടലിൽ മുക്കിക്കൊന്നു എന്നും എന്ത് ചെയ്യുകയാണ്, ന്യൂസ് പരക്കുകയാണ്. കാരണം പോർച്ചുഗീസുകാരുടെ അന്നത്തെ കാലത്തെ രീതികൾ മതപരമായിട്ടും അല്ലെങ്കിൽ കച്ചവടപരമായിട്ടും എതിരാളികളോട് കാണിച്ചിരുന്ന രീതികൾ വളരെ ക്രൂരമായിരുന്നു പോർച്ചുഗീസുകാരുടെ. മനസ്സിലാവുന്നുണ്ടോ? അവർ എന്താ പറയുക, സന്ധി സംഭാഷണത്തിന് പോയ പല ആളുകളെയും പിടിച്ച് അവരുടെ ചെവി മുറിച്ച് അവിടെ നായകളുടെ ചെവി തുന്നിക്കെട്ടി തിരിച്ചു വിടുക, അങ്ങനെ പല വിധത്തിൽ അറബികളുടെ പലരുടെയും കപ്പലുകൾ തടയുക, അതിലുള്ളവരെ എല്ലാവരും അതിനുള്ളിൽ തന്നെ കെട്ടിയിട്ട് മുഴുവൻ തീ കത്തിച്ച് കൊല്ലുക. അപ്പോൾ ഈ രീതിയിൽ പല പ്രശ്നങ്ങളും ചെയ്തിരുന്ന ഒരു കൂട്ടരായിരുന്നു അവർ പോർച്ചുഗീസുകാർ ആ കാലഘട്ടത്തിലുണ്ട്, വാസ്കോ ഡ ഗാമ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ഇത്തരത്തിലൊരു ന്യൂസ് പരന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്യുകയാണ്, അങ്ങനെ തന്നെ നടന്നിട്ടുണ്ടാവുമെന്ന് ഉറപ്പിക്കുകയും 1653 നമ്മളുടെ മട്ടാഞ്ചേരിയിൽ ഒരു പഴയ കുരിശുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ കുരിശിലൊരു വടം കെട്ടി അവരെന്ത് ചെയ്യുകയാണ്, ഒരു വടം കെട്ടുകയും ആ വടം ഇങ്ങനെ പിടിച്ച് നിന്ന് എല്ലാവരും ഇതിങ്ങനെ പിടിച്ച് പിന്നിലോട്ട് നിന്നിട്ട് അവരെല്ലാവരും കൂടി എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ ആളെ അനുസരിക്കില്ല, നമ്മൾ ബാബിലോണിയയിലെ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ രീതികൾ മാത്രമേ നമ്മൾ അനുസരിക്കുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ എടുക്കുകയാണ്. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ഇതാണ് നമ്മളുടെ കൂനൻ കുരിശ് സത്യം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കൂനൻ കുരിശ് സത്യം. മനസ്സിലാവുന്നുണ്ടോ? കൂനൻ കുരിശ് സത്യം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവമായിരുന്നു. അത് 1653 നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സുനഹദോസിൻ്റെ കാര്യവും കൂനൻ കുരിശ് സത്യത്തിൻ്റെ കാര്യവും എങ്ങനെയാണ് എന്നത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ചോദിക്കും. ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽ ആയി പോകുന്നില്ല, നമ്മളുടെ ഒരു ക്ലാസ് എടുക്കലല്ല, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശം. എന്നാലും കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് വൺ. ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാം സ്റ്റേറ്റ്മെൻറ്റ് എന്താ? മൂറുകളുടെ അധിപൻ എന്നറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി 4-മനായിരുന്നു. പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന് കോലത്തിരി രാജാവ് അറിയപ്പെട്ടു. പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ. 1540 കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒപ്പുവെച്ച സൗഹൃദ സന്ധിയായിരുന്നു പൊന്നാനി സന്ധി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളല്ലേ തന്നിട്ടുള്ളത്. ഇനി നോക്കൂ കൂട്ടുകാരെ, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് നോക്കിയാലോ. മൂറുകളുടെ അധിപൻ എന്നറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി 4-മനായിരുന്നു. ശരിയാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് മൂറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഈ കേരള തീരം, ശ്രീലങ്കയുടെ താഴം വരെ ആ ഭാഗങ്ങളിലൊക്കെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഇസ്ലാം മതവിശ്വാസികളെ വിളിച്ചിരുന്ന പേരുകളിലൊന്നായിരുന്നു മൂറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ മുസ്ലിങ്ങളുടെ അധിപനാണ് താൻ എന്ന തലത്തിലേക്ക് എന്ത് ചെയ്തിരുന്നു, കുഞ്ഞാലി 4-മൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, അവസാന കാലഘട്ടം വരുമ്പോഴേക്കും സമൂതിരിയുടെയും കുഞ്ഞാലിമരിക്കാരുടെയും ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള അകൽച്ച വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി അല്ലേ? അപ്പോൾ പന്തനായിനി കൊല്ലം എന്താ പറയുക കേന്ദ്രമാക്കിയിട്ട് കുഞ്ഞാലിമാർ എന്ത് ചെയ്യുകയാണ്, വലിയൊരു അവരുടെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി സമൂതിരിക്കെതിരായിട്ട് ഇവർ തിരിയുമെന്ന രീതിയിൽ എന്താണ് പല ആളുകളും സമൂതിരിയോട് പറയുന്നുണ്ട്. അതിനിടയിൽ പല ചില ഇൻറ്റേർണൽ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കുഞ്ഞാലി 4-മനും സാമൂതിരിയും തമ്മിൽ തെറ്റുന്നതും അവസാനം പോർച്ചുഗീസുകാരോടൊപ്പം ചേർന്നുകൊണ്ട് സാമൂതിരി കുഞ്ഞാലിക്കെതിരായിട്ട് പട നയിക്കുകയും അവസാനം കുഞ്ഞാലി 4-മൻ കീഴടങ്ങുകയും അദ്ദേഹത്തിനെ പോർച്ചുഗീസുകാർക്ക് കൈമാറുകയും സാമൂതിരിയുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായിട്ട് കുഞ്ഞാലി 4-മൻ എന്ത് ചെയ്യുകയാണ്, അവർ കൊല്ലുകയാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ കഴുത്തറക്കുകയും ആ കഴുത്ത് ഉപ്പിലിട്ടിട്ട് ഗോവയിലും പലയിടങ്ങളിലും എന്ത് ചെയ്യുകയാണ്, പ്രദർശനത്തിന് വെക്കുകയും പിന്നീട് ഗോവയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് കൊല്ലുന്നത്. പിന്നീട് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയും പ്രദർശനത്തിന് വെച്ചു എന്ന രീതിയിലൊക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതോടുകൂടിയിട്ട് പോർച്ചുഗീസുകാരുടെ എന്താണ് അവസാനം തുടങ്ങുകയാണ് അല്ലേ? സാമൂതിരിക്ക് ആ സംഭവത്തിന് ശേഷം എന്താണ്, സാമൂതിരി ആകെ കൂടി എന്ത് ചെയ്യുകയാണ്, ഇങ്ങനൊരു റിയാക്ഷൻ ആയിരുന്നില്ല സാമൂതിരി പ്രതീക്ഷിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പതുക്കെ എല്ലാവരും തെറ്റിക്കും. നമുക്കറിയാം അല്ലേ, 1600 കുഞ്ഞാലി 4-മൻ കൊല്ലപ്പെട്ട്
1600 എന്താണ് തൊട്ട് അടുത്ത ഒരു എന്താ പറയുക സമയത്തിന് 1604 സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഡച്ചുകാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാമൂതിരി അടുത്ത ഒരു ഉടമ്പടി ഒപ്പിടുകയും ഡച്ചുകാർ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, കയറി വരികയും പതുക്കെ പോർച്ചുഗീസുകാർ അവിടെ നിന്ന് പുറത്താവുകയും ചെയ്യുന്നത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട് അല്ലേ. ഇതെന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ മൂറുകളുടെ അധിപൻ എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നത് 4ാമതും അവസാനത്തെയുമായിട്ടുള്ള കുഞ്ഞാലി മരക്കാർ തന്നെയായിരുന്നു. ശരിയായിട്ടുള്ള ആൻസറാണ്. ഇനി പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന് കോലത്തിരി അറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. നോക്കൂ, നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമല്ലേ, പോർച്ചുഗീസുകാർ വരുന്നു അല്ലേ, പോർച്ചുഗീസുകാർ വരുന്നു, ആരുടെ അടുത്തേക്ക് വരുന്നു, സാമൂതിരിയുടെ അടുത്തേക്ക് വരുന്നു. സാമൂതിരി കോഴിക്കോട് ഭരിക്കുന്ന ആളാണ്. തൊട്ട് മുകളിൽ ആരുണ്ട്, കോലത്തിരി ഉണ്ട് അല്ലേ, തൊട്ട് മുകളിൽ ആരുണ്ട്, കോലത്തിരി ഉണ്ട്. കോലത്തിരിക്ക് സാമൂതിരി ഇഷ്ടമല്ല അല്ലേ. ഇത് കഴിഞ്ഞ് ഇപ്പുറത്ത് ആര് കിടക്കുന്നുണ്ട്, കൊച്ചി കിടക്കുന്നുണ്ട് അല്ലേ, കൊച്ചി കിടക്കുന്നുണ്ട്. കൊച്ചിക്കും സാമൂതിരി ഇഷ്ടമല്ല. കാരണം വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഉണ്ടാകുന്ന സമയത്ത് അയാളുടെ അതിർത്തിയുള്ള ആളുകൾക്ക് എന്തായാലും ഇഷ്ടമല്ല. ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി എടുത്തു, പാകിസ്ഥാൻ ഇന്ത്യ ഇഷ്ടമല്ല, നേപ്പാളിൽ ഇന്ത്യ ഇഷ്ടമല്ല, ബംഗ്ലാദേശിന് ഇന്ത്യ ഇഷ്ടമല്ല, ആർക്കും ഇന്ത്യ ഇഷ്ടമല്ല, ശ്രീലങ്കയ്ക്കും ഇഷ്ടമല്ല. പക്ഷെ എന്നാൽ ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ആരാണോ നടുവിൽ നിൽക്കുന്നത്, അതിൻ്റെ അതിർത്തിയിലുള്ള ആളുകൾക്കുമായിട്ട് ഇവർക്ക് എന്തായിരിക്കും, തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അത് തന്നെയായിരുന്നു അന്നത്തെ സ്ഥിതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ ചോദ്യം കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന കാര്യങ്ങളൊന്നും അല്ലേ, പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ അവിടെ വരും, സാമൂതിരി എന്ത് ചെയ്യില്ല, അറബികളായിട്ടുള്ള അന്നത്തെ കച്ചവടക്കാരെയൊന്നും പറഞ്ഞു വിടാനൊന്നും തയ്യാറാവില്ല അല്ലേ. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്ക് സാമൂതിരിയുമായിട്ട് എന്താണ് പ്രശ്നമാണ് ഉണ്ടാവുന്നത് അല്ലേ. അവർ ഐക്യത്തിലല്ല പിരിയുന്നത് എല്ലാവരും. അത് വാസ്കോഡ ഗാമ ആവട്ടെ, പിന്നീട് വന്ന കബ്രാൾ ആകട്ടെ, അതിനുശേഷം വന്ന നിനോഡ കുൻഹ ആകട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അൽബുക്കുർക്ക് ആവട്ടെ, ഫ്രാൻസിസ്കോഡോ അൽമേഡ ആവട്ടെ, ആർക്കും സാമൂതിരിയുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ കോലത്തിരി എന്ത് ചെയ്യുന്നുണ്ട്, പോർച്ചുഗീസുകാരെ സഹായിക്കുന്നുണ്ട്, കൊച്ചി രാജാവും സഹായിക്കുന്നുണ്ട്. പക്ഷേ സൈനിക സഹോദരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇവരാരുമായിരുന്നില്ല. കുറച്ചുകൂടി താഴെയായിട്ട് ഇവിടെ ഒരു ദേശമുണ്ടായിരുന്നു. എന്താണ് ആ ദേശത്തിൻ്റെ പേര്, പുറക്കാട്. എന്താണ് എൻ്റെ പേര്, പുറക്കാട്. വളരെ ഫേമസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റോ ഏതോ ഒരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷയിൽ എന്താണ് വന്നിട്ടൊരു ചോദ്യമായിരുന്നു ഇത്. ഈ സൈനിക സഹോദരൻ എന്നറിയപ്പെട്ടിരുന്ന ആര് എന്ന രീതിയിലൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ പുറക്കാട്, ഈ പുറക്കാട് എന്ന് പറഞ്ഞാൽ ആരാ, ഇന്നത്തെ കാലം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പുറക്കാട് എന്ന തലത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ അമ്പലപ്പുഴ നിങ്ങൾക്ക് അറിയില്ലേ, അമ്പലപ്പുഴ, കുട്ടനാട്, ഈ ദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഈ പുറക്കാടിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സങ്കല്പിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ഈ പുറക്കാട് പണ്ട് കാലത്തെ യൂറോപ്യൻ ഡോക്യുമെൻറ്റുകളിലൊക്കെ പോർക്ക എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്ത് പേരിലാണ്, പോർക്ക എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന നാടാണ് പുറക്കാട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അമ്പലപ്പുഴയും കുട്ടനാടൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ പഴയ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പഴയ പേരുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ അമ്പലപ്പുഴേനെ എന്താണ്, ചെമ്പകശ്ശേരി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അറിയില്ല നിങ്ങൾക്ക്? ചെമ്പകശ്ശേരി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ദേശത്തിനായിരുന്നു, അമ്പലപ്പുഴേനെ ചെമ്പകശ്ശേരി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതുപോലെ പഴയ പേരുകളുണ്ട് അല്ലേ, ഓടനാട് അല്ലെ, കായംകുളത്തിനെ ഓടനാട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പഴയ പേരുകൾ കുറേ ഉണ്ട്. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടി കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പം ഈ രീതിയിൽ എന്ത് ചെയ്യുകയാണ്, സൈനിക സഹോദരൻ എന്ന രീതിയിൽ പുറക്കാട് പോർച്ചുഗീസിനെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ ഒരു സ്ഥാനം കൊടുത്തിരുന്നത് പുറക്കാടിനായിരുന്നു, കോലത്തിരിക്കായിരുന്നില്ല. സാധാരണ ഒരു സർഫേസ് ലെവൽ കഥ അറിയുന്ന ഒരാൾ വിചാരിക്കും ആ കോലത്തിരി ആയിരിക്കും, കോലത്തിരിയും കൊച്ചി രാജാവ് എപ്പോഴും പോർച്ചുഗീസുകാരെ സഹായിക്കുന്നുണ്ടല്ലോ സാമൂതിരിക്കെതിരെ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ അങ്ങനെയല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പുറക്കാടാണ് സൈനിക സഹോദരൻ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി 1540 എന്നും പൊന്നാനി സന്ധി എന്നും കണ്ട് പോർച്ചുഗീസുകാരെയും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ശരിയാണ്, ഓക്കെ, കിട്ടിയ ആൻസർ ശരി എന്നും പറഞ്ഞിട്ട് പോവും. ശരിയാണോ? തെറ്റാണ്. കാരണം എന്താ, പൊന്നാനി സന്ധി 1540 പോർച്ചുഗീസുകാരുണ്ട്, പക്ഷെ കൊച്ചിയല്ല. ആരാണ്, സാമൂതിരി, കോഴിക്കോടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഉടമ്പടിയിൽ ഒപ്പിടുന്നത് അല്ലേ. 1540 ആരാണ്, സാമൂതിരിയാണ് പോർച്ചുഗീസുകാരുമായിട്ട് ഈ സൈനികമല്ല, ഈ സന്ധി ഒപ്പിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് മുഴുവനായിട്ട് വായിക്കണം. പെട്ടെന്ന് ആവേശത്തിൽ കയറിയിട്ട് എന്ത് ചെയ്യരുത്, ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതിയിട്ട് പോകാനായിട്ട് പാടില്ല. കൃത്യമാണല്ലോ? അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? ഒരൊറ്റ ശരിയായ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അത് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. നോക്കൂ, ഈ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ ദ എബോ നിങ്ങൾക്ക് കളയാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളയാൻ പറ്റും. നിങ്ങൾക്ക് ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് അറിയുമെന്നുണ്ടെങ്കിൽ, ഏതാണ് ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അറിയുമെന്നുണ്ടെങ്കിൽ, സൈനിക സഹോദരൻ എന്ന് പറയുന്നത് ആരാണ്, പുറക്കാട് രാജാവാണ്, ബി തെറ്റാണ് എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, പിന്നെ ബാക്കി ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഓൾ ദ എബോ അവിടെ പോയി, ബി ഓൺലി അതോടുകൂടി അവിടെ പോയി,
ബി ആൻഡ് സി ഓൺലി എന്നതും എന്ത് ചെയ്തു അവിടെ പോയി. അപ്പോൾ ഇങ്ങനെ ഒരു എലിമിനേഷൻ കൂടി നമുക്കിതിൽ നടത്താൻ പറ്റും, പ്രൊവൈഡഡ് നിങ്ങൾക്ക് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന് പറയുന്നത് പുറക്കാട് രാജാവാണ് എന്ന് അറിയുമായിരുന്നെങ്കിൽ. അപ്പോൾ ഇത് തെറ്റാണെന്ന് അറിഞ്ഞാൽ എന്താണ്, അതോടെ ബാക്കി 3 ഓപ്ഷനും പോയി, എ മാത്രം ശരി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കൃത്യമാണല്ലോ. ഈ ഭാഗത്തും സംശയങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കൂ, എന്താണെന്ന് വായിച്ചു നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റോങ് വൺസ് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി ഞങ്ങൾ നിങ്ങളുടെ പറയട്ടെ. ഈ 1540 ഒരു സന്ധി നടന്നില്ലേ, അതുപോലെ തന്നെ 1513 ഇതുപോലെ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലൊരു സന്ധി നടക്കുന്നുണ്ട് 1513. ആ സന്ധിയുടെ പേര് കണ്ണൂർ സന്ധി എന്നാണ്. എവിടെയാണ്? കണ്ണൂർ സന്ധിയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ കണ്ണൂർ സന്ധി 513 540 എന്താണ് നടക്കുന്നത്? പൊന്നാനി സന്ധിയാണ്. രണ്ടും പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലാണ്. രണ്ടും എങ്ങനെയാണ്? പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, 2 സന്ധികളും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ഓർത്ത് വയ്ക്കണം. രണ്ടും പല പല കാരണങ്ങളും ഉണ്ടായതാണ്. ഞാനതിന് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. കച്ചവടപരമായ താല്പര്യങ്ങളും പല പല കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള സന്ധികളാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ. അടുത്തത് ആദ്യത്തെ ഭാഗം, മാമാങ്കത്തിന്. ഏതാണ്? മാമാങ്കത്തിന് സാമൂതിരിക്കെതിരെ ചാവേറുകളെ അയച്ചിരുന്ന ഇടമായിരുന്നു കോലത്തിരി എന്ന് പറയുന്നു. റോങ് വൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ശരിയായിട്ടുള്ളതല്ല, ഫൈൻഡ് ഔട്ട് ദ റോങ് വൺസ് എന്നാണ് ചോദ്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മാമാങ്കത്തിന് സാമൂതിരിക്കെതിരെ ചാവേറുകളെ അയച്ചിരുന്ന ഇടമായിരുന്നു കോലത്തിരി എന്ന് പറയുന്നു. ഓക്കെ, ആദ്യ കാര്യം. അരക്കവി എന്ന് അറിയപ്പെട്ടിരുന്നത് പൂന്താനം നമ്പൂതിരി ആയിരുന്നു എന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. കോഴിക്കോട് രാജവംശം അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം എന്നായിരുന്നു എന്നത് എത്രാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഏതാണ് ശരിയെന്നാണോ അല്ല ഏതാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെയാണ് തെറ്റുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യ ഭാഗം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണ്? കോലത്തിരി ആയിരുന്നോ ചാവേറുകളെ ആരാണ് അയച്ചിട്ടുണ്ടായിരുന്നത്? വള്ളുവക്കോനാതിരി അല്ലേ. വള്ളുവക്കോനാതിരിയുടെ അടുത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? നിലപാട് തറയിൽ നിൽക്കാനുള്ള അധികാരം ആര് വാങ്ങിയിട്ടുണ്ടായിരുന്നത്? സാമൂതിരി പിടിച്ചെടുത്ത് അല്ലേ. വള്ളുവക്കോനാതിരി എന്ത് ചെയ്യുകയാണ്? തോൽപ്പിക്കുകയും വള്ളുവക്കോനാതിരിയുടെ എന്ത് ചെയ്യുകയാണ്? അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ വള്ളുവക്കോനാതിരിയും അവിടുത്തെ കുടുംബത്തിലെ ആളുകളും എന്ത് ചെയ്യുകയാണ്? 12 വർഷത്തേക്ക് കാത്തിരിക്കുകയാണ് അടുത്ത മാമാങ്കം വരുന്നതിന് വേണ്ടിയിട്ട്. അത് കാത്തിരുന്ന് 12 വർഷത്തിന് ശേഷം വരുന്ന ഈ സമയത്ത് നിലപാട് തറയുണ്ടാകും അല്ലേ. നിലപാട് തറയുടെ മുകളിൽ ആര് നിൽക്കുന്നുണ്ടാകും? അത് മാമാങ്കം എന്ന് പറയുന്ന യുദ്ധം മാത്രമല്ല കേട്ടോ, വലിയ കച്ചവടം, വലിയൊരു എന്താ പറയുക, തിരുനാവായയുടെ തീരത്ത് നടക്കുന്ന അതിഗംഭീരമായിട്ടുള്ള കച്ചവട എന്താ പറയുക ഉത്സവമാണ്. ദിവസങ്ങളോളം മാസത്തോളം നീണ്ടു നിൽക്കുന്ന കച്ചവട ഉത്സവങ്ങളാണത്. അപ്പോൾ അതിലൊരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊരു പ്രധാന സംഭവം പക്ഷേ എന്താണ്? സാമൂതിരി ഊരിപ്പിടിച്ച ഉടവാളുമായിട്ട് എന്ത് ചെയ്യുകയാണ്? അവിടെ നിൽക്കുകയാണ്. സാമൂതിരിയെ വധിക്കുന്നതിന് വേണ്ടി എന്താണ് ഇതെല്ലാം കയറിപ്പോയിട്ട് എന്താണ് ചാവേറുകൾ ഇദ്ദേഹത്തെ വധിക്കാൻ പോവും. ഇദ്ദേഹത്തിൻ്റെ പടയാളികൾ എന്ത് ചെയ്യും? ഇരുവശങ്ങളും നിൽക്കുന്നുണ്ടാവും. ആർക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല. 2 പേരാണ് എന്ത് ചെയ്യുന്നത്? എത്തുന്നത്. അതിൽ ഒരാൾ എന്ത് ചെയ്യുകയാണ്? ഒരാളുടെ വെട്ട് എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹം ഒഴിഞ്ഞു മാറിയിട്ട് അടുത്തുള്ളൊരു തൂക്കുവിളക്കിൽ കൊള്ളുകയും തൂക്കുവിളക്ക് മുറിഞ്ഞു പോവുകയും ആ ഗ്യാപ്പിൽ അടുത്ത് നിന്ന് ഒരാൾ എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹത്തെ വധിക്കുകയുമാണ് ചെയ്യുന്നത്. മറ്റൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ മാമാങ്കം സിനിമയിൽ മമ്മൂട്ടിയുടെ ഇതൊരു കുട്ടി, വളരെ പ്രായമുള്ള കുട്ടിയായിരുന്നു. പിന്നെ മമ്മൂട്ടി അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹം അവിടെ എത്തി. പക്ഷേ എന്താണ്, അതായത് ചാവേറുകൾ പോകുന്ന സമയത്ത് ഒന്നുകിൽ ഇദ്ദേഹത്തിനെ സാമൂതിരിയെ കൊല്ലുക, അല്ലെങ്കിൽ എന്താണ് മരണപ്പെടുക. ഇതിൽ രണ്ടല്ലാണ്ട് ജീവനോട് തിരിച്ചു വരുന്ന നാണക്കേടായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്താണ് മരണപ്പെടാതെ പോയിട്ടുള്ള ഒരാൾ, അതായത് ഇവരെ എല്ലാവരെയും എന്താണ് കൊല്ലാൻ ശ്രമിക്കുകയും ബാക്കി വീണിട്ടുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ എന്താണ് ശവശരീരങ്ങൾ എടുത്തിട്ട് ഇവിടെ ഒരു വലിയൊരു കിണറുണ്ടായിരുന്നു കുറച്ച് അപ്പുറത്തായിട്ട്, മണിക്കിണർ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അതിൻ്റെ പേര്. അതിൻ്റെ ഉള്ളിലേക്ക് എന്താണ് ഇടുകയാണ് ഇവരുടെയൊക്കെ ഡെഡ് ബോഡീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ മരണപ്പെട്ടതിൽ നിന്നാണ് രക്ഷപ്പെട്ടു പോയ ഒരാളുടെ കഥാപാത്രമാണ്. ഞാൻ മാമാങ്കം സിനിമ കണ്ടിട്ടില്ല, അത് ആ കഥാപാത്രമാണ് മമ്മൂട്ടി എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ രീതിയിൽ ചാവേറുകൾ അയച്ചിട്ടുണ്ടായിരുന്ന വള്ളുവക്കോനാതിരിയാണ് എന്ന് മനസ്സിലാക്കാം. സോ എ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി. അപ്പോൾ റോങ് വൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എ റോങ് ആണ്. അപ്പോൾ എ എന്തായാലും എന്ത് ചെയ്യണം? ആൻസറിൽ വേണം അല്ലേ. അപ്പോൾ ഇത് പോയി അല്ലേ. എ എന്തായാലും ആൻസറിൽ വേണമെന്ന് നമുക്കറിയാം. ഇനി അരക്കവി എന്നറിയപ്പെട്ടിരുന്നത്
പൂന്താനം നമ്പൂതിരി ആയിരുന്നു. ആണോ? നിങ്ങൾക്ക് ഇതിലെ ബാക്കി ഭാഗങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ബി നിങ്ങൾക്ക് ഒരുപാട് തവണ കേട്ട് പരിചയമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? എന്താണ് അരക്കവി? ആരാണ്? പൂന്താനമാണോ? അല്ല. ആരാണ്? പൂനം നമ്പൂതിരി ആയിരുന്നു. ആരായിരുന്നു? പൂനം നമ്പൂതിരിയാണ് അരക്കവി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബിയും തെറ്റാണ് അല്ലേ? അപ്പോൾ എന്താണ്? ബിയും തെറ്റാണ് എന്ന് ചെയ്യുകയാണ് നമുക്ക് മനസ്സിലാവുകയാണ് അല്ലേ? അപ്പോൾ ബി തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? നമുക്ക് അപ്പം തന്നെ തള്ളിക്കളയാം അല്ലേ? കാരണം എന്താണ്? ഇത് രണ്ടിലും ബി ഇല്ല. ബി എന്തായാലും ആൻസറിൽ വരണം. അപ്പോൾ എ ആൻഡ് ബി ആണോ അതോ ഓൾ ദ എബോവ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സിയും കൂടി വരുന്നുണ്ടോ നോക്കണം. കോഴിക്കോട് രാജവംശം അറിയപ്പെട്ടത് പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിലാണ്. പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിൽ കോഴിക്കോട് രാജവംശം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അല്ല. കോഴിക്കോട് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? നെടിയിരുപ്പ് സ്വരൂപം എന്നായിരുന്നു അല്ലേ? നെടിയിരുപ്പ് സ്വരൂപം അല്ലേ? നെടിയിരുപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് രാജവംശമായിരുന്നു. കൃത്യമാണല്ലോ? അപ്പോൾ സിയും തെറ്റാണ്. സോ ഓൾ ദ എബവ് എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. ഓൾ ദ എബവ് എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. ഇതിൽ അരക്കവി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പല പല കഥകളുണ്ട് കേട്ടോ. അതായത് ഈ 18 കവികൾ, അരക്കവി എന്ന് പറയുന്നത് 18 കവികൾ എന്ന് പറയും. എന്താണ്? 18 കവികൾ എന്ന് പറയുന്ന കവികൾ ഉണ്ടായിരുന്നു. ആരുടെ സദസ്സിലാണ് ഉണ്ടായിരുന്നത് 18 കവികൾ? മാനവിക്രമൻ സാമൂതിരിയുടെ ഞാനിപ്പോൾ ഇംഗ്ലീഷ് എഴുതണോ മലയാളത്തിൽ എഴുതണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ഞാൻ ഇടയ്ക്ക് മലയാളത്തിൽ എഴുതിയപ്പോൾ എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലും കൂടി എഴുതണേ എന്ന്. ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ ചിലർ പറഞ്ഞു മലയാളത്തിൽ കൂടി പറയണേ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നതും എന്താ പറയുക, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ടിലും ഒരേ സമയം ചിലപ്പം നടക്കില്ല, ഫാസ്റ്റായിട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മാനവിക്രമൻ ആരാണ്? മാനവിക്രമൻ സാമൂതിരി. ഈ മാനവിക്രമൻ സാമൂതിരിയാണ് വാസ്കോഡഗാമ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴുള്ള നമ്മുടെ സാമൂതിരി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മാനവിക്രമൻ്റെ സദസ്സിലുണ്ടായിരുന്ന കവികളായിരുന്നു 18 കവികൾ. എന്താണ് 18 കവികൾ? ഇതിനെക്കുറിച്ച് പല പല തലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പല പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ എന്താണ് കറക്റ്റായിട്ടുള്ള അഭിപ്രായം എന്ന് നമുക്കും ഇപ്പോൾ എന്താണ് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റില്ല. എന്നാലും കഥകൾ ഞാൻ ജസ്റ്റ് കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഞാനൊന്ന് പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ഇവർ പറയുന്ന കഥകൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏതാണ്ട് മാനവിക്രമൻ്റെ ഭരണകാലം 1467 മുതൽ 75 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു കാലഘട്ടത്തിൽ സദസ്സിലെ ഭയങ്കരമായിട്ടുള്ള പണ്ഡിതരായിട്ടുള്ള കവികളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതിൽ 18 കവികൾ സംസ്കൃത കവികളായിരുന്നു എന്നും അതിലെ ഒരാൾ മാത്രം, അതാണ് പുനം നമ്പൂതിരി മാത്രം ഭാഷാകവി അല്ലെങ്കിൽ മലയാള കവി ആയിരുന്നുവെന്നും ഈ മലയാളത്തിന് അന്ന് സംസ്കൃതത്തിൻ്റെ അത്രയ്ക്കും എന്താണ് ഹയർ സ്റ്റാൻഡേർഡ് കൊടുക്കാത്ത കാരണം ഇദ്ദേഹത്തിന് ഒരു പൂർണ്ണ കവിയായിട്ടുള്ള അരക്കവിയായിട്ട് കണക്കാക്കിയെന്നുമാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. പക്ഷേ കുറേ ആളുകൾ എന്ത് പറയുന്നില്ല, അത് ശരിയാണ് എന്ത് ചെയ്യുന്നില്ല, ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവർ സമ്മതിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കുറേ ആളുകൾ പറയുന്നത് അങ്ങനെയല്ല, പകുതി കവിത്വം എന്ന രീതിയിലല്ല, അതായത് ഭാഷാ കവികളെ താഴ്ത്തിക്കെട്ടാനല്ല അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ നമ്മുടെ രേവതി പട്ടത്താനമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? രേവതി പട്ടത്താനത്തിലൊക്കെ എന്താ പറയുക, സമ്മാനം വാങ്ങിയിട്ടുള്ള ആളുകളാണ് ഇതിൽ പല ആളുകളും. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് ബാക്കി എല്ലാവരും എന്താണ് അത്രയധികം കഴിവുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇതങ്ങനെയല്ല എന്നും ഇതിൽ 18 + അര അല്ലേ, അപ്പം അതിൽ അര എന്ന് പറയുന്ന ആ വാക്ക് ശ്രേഷ്ഠം എന്ന് പറയുന്ന ഒരു വാക്കാണ്. അതായത് മികച്ചത്, ശ്രേഷ്ഠമായത്, മുഖ്യമായത് എന്ന അർത്ഥത്തിലാണ് അര എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ അരമന കേട്ടിട്ടില്ലേ നിങ്ങൾ? അരമന അല്ലേ, 8 യോഗം കേട്ടിട്ടില്ലേ? ഇപ്പം അതിൽ അര എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള വലിയ ആളുകൾ അല്ലെ, അരയാൽ, ആലിനെ അരയാൽ എന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്നൊരു ശ്രേഷ്ഠമായതാണ് അല്ലേ. അപ്പം അങ്ങനെ അര എന്ന് പറയുന്നത് ശ്രേഷ്ഠം എന്ന വാക്കിലാണെന്നും അങ്ങനെയാണ് 18 എന്ന് പറയുന്ന സമയത്ത് എന്താണ് 18 എന്താണ് അതുപോലെ തന്നെ അര എന്ന് പറയുന്നത് അരജൻ, രാജാവ് എന്ന സൂചനയുണ്ട് അത്രേ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 18 എന്താ പറയുക, അരക്കവികൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ശ്രേഷ്ഠരായ കവികൾ എന്ന് പറയുന്നുണ്ട്. ഇനി അരക്കവി എന്ന് പൂനത്തിനെ വിളിക്കുകയാണെങ്കിൽ തന്നെ അതെന്താണ്, അത് കുറച്ചിട്ടല്ല, അത് ശ്രേഷ്ഠ കവി എന്ന രീതിയിലാണ് വിളിച്ചിരുന്നതെന്ന് മറ്റൊരു കൂട്ടർ. ഇനി അര എന്ന് പറയുന്നത് അരജൻ, 18 എന്താ പറയുക അരജൻ്റെ കവികൾ എന്ന് പറയുന്നുണ്ട്. ഇനി 18 കവികളും 19ാമത്തെ കവി ആരാണ്? അരജൻ, ആ രാജാവ് മാനവിക്രമനെ തന്നെയാണ് സൂചിപ്പിച്ചത് എന്നും ഇങ്ങനെ പല പല കഥകൾ അതിൽ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഈ തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. കോഴിക്കോട് പെരുമ്പടപ്പ് സ്വരൂപമല്ല അല്ലേ, നമുക്കത് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. കുറേ സ്വരൂപങ്ങളുണ്ട് അല്ലേ. കോഴിക്കോട് ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം അല്ലേ. നെടിയിരുപ്പാണ് ആര്?
കോഴിക്കോട്. പിന്നെ ഏതാണുള്ളത്? പെരുമ്പടപ്പ് സ്വരൂപം. ഏതാണ് പെരുമ്പടപ്പ്? പെരുമ്പടപ്പ് സ്വരൂപം ഏതാണ്? കൊച്ചി അല്ലേ? കൊച്ചിയാണ് പെരുമ്പടപ്പ് സ്വരൂപം. ഇനി എളയടത്ത് സ്വരൂപമുണ്ട് അല്ലേ? എളയടത്ത് സ്വരൂപം. എളയടത്ത് സ്വരൂപം ഏതാണ്? കൊട്ടാരക്കര. കൊട്ടാരക്കര രാജവംശമാണ് എളയടത്ത് സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം ഏതാണ്? തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ തിരുവിതാംകൂർ അല്ലേ? തിരുവിതാംകൂർ അല്ലേ? പിന്നെ ഏതാണ്? തരൂർ സ്വരൂപം. ഏതാണ് തരൂർ സ്വരൂപം? തരൂർ, ശശി തരൂർ കേട്ടിട്ടില്ലേ നിങ്ങൾ? തരൂർ സ്വരൂപം എവിടെയാണ്? അത് കൊല്ലങ്കോട് സൈഡൊക്കെയാണ്, പാലക്കാട് എന്നാണ് PSCയിൽ കണ്ടിട്ടുള്ളത്. പാലക്കാട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ പല പല സ്വരൂപങ്ങൾ ഉണ്ട്. ഈ സ്വരൂപങ്ങളൊക്കെ ഓർത്ത് വെക്കേണ്ടതാണ്. ചോദ്യങ്ങൾ പലതവണയായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നെടിയിരുപ്പ് കോഴിക്കോടാണ്, പെരുമ്പടപ്പ് കൊച്ചിയാണ്, എളയടത്ത് കൊട്ടാരക്കരയാണ്, തൃപ്പാപ്പൂര് തിരുവിതാംകൂറാണ്, തരൂർ പാലക്കാട് രാജവംശമാണ്. കൃത്യമാണല്ലോ? 4 കഴിഞ്ഞു. 5 ഇത് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞതാണ്. കൂനൻ കുരിശ് കലാപം 599 ആണോ? അല്ല. സുനഹദോസാണ് ഏത്? 599 നടക്കുന്നത്. പിന്നീട് അതിനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ ഇവരെ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, സിറിയൻ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുകയാണ്? എടുക്കുന്ന പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് കലാപം. അത് 1653 അപ്പോൾ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ? എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് ചെയ്തു നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. എ തെറ്റാണ്. കൃത്യമാണല്ലോ? സംശയങ്ങളില്ല. ഇനി ബി, പട്ടുമരയ്ക്കാർ എന്നറിയപ്പെട്ട കുഞ്ഞാലി മൂന്നാമനായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്നത് മൂന്നാമനായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടിച്ചിട്ട് കടന്നു കളയുക എന്ന യുദ്ധരീതി കുഞ്ഞാലി ഒന്നാമനായ കുട്ടിയാലിയുടേതായിരുന്നു. ശരിയാണോ? ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഈ പോർച്ചുഗീസുകാരുടെ എന്താ പറയുക, വലിയ ഷിപ്പുകളുണ്ടാവും അല്ലേ? പോർച്ചുഗീസുകാരുടെ വലിയ എന്താ പറയുക, ഈ പായക്കപ്പലുകളൊക്കെ കെട്ടിയിട്ടുള്ള വലിയ കപ്പലുകളുണ്ടാവും അല്ലേ? അപ്പോൾ ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുഞ്ഞു കുഞ്ഞ് ഓടങ്ങളിൽ, ഓടം വള്ളങ്ങളില്ലേ, അതിലെന്ത് ചെയ്യും? ഇവർ കുറച്ച് ആളുകൾ കയറും. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ഓടം വള്ളങ്ങളിൽ ഇവർ കയറി വന്നിട്ട് അവർ വരും, എന്ത് ചെയ്യും? തീയിടും, കത്തിക്കും, കുറേ പേരെ എന്താണ് വെട്ടിക്കൊല്ലും. ഇവരെന്ത് ചെയ്യും? ഇവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നേക്കാൾ മുമ്പ് എന്ത് ചെയ്യും? ഇവർ തിരിച്ച് ഇവരുടെ വഴിക്ക് എന്ത് ചെയ്യും? അപ്രത്യക്ഷമാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് കടന്നു കളയലായിരുന്നു ആരുടെ വഴി? കുട്ടിയാൽ. അപ്പോൾ അത് ഹരാസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇവരുടെ കപ്പലുകളും കൊണ്ട് എവിടേക്കും പോകാൻ പറ്റാത്ത രീതിയിൽ ഹരാസ് ചെയ്യലായിരുന്നു കുഞ്ഞാലി മരക്കാരുടെ രീതി. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ അടിച്ചിട്ട് കടന്നു കളയുക എന്ന യുദ്ധരീതി നടത്തിയത് കുഞ്ഞാലി ഒന്നാമനായിരുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സി ശരിയാണ്, ബിയും ശരിയാണ്. ബി ആൻഡ് സി ആർ ട്രൂ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. നോക്കൂ, ഇതിൽ ശരിയായിട്ടുള്ള ആൻസറുകളെല്ലാം എല്ലാം പറയുന്നത് ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് ഭയങ്കര ഈസി സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? 99 കൂനൻ കുരിശ് എന്നുള്ളത് സുനഹദോസ് ആണെന്നുള്ളത്. എ എന്താണ്? എ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്തൊക്കെ ഒഴിവാക്കാം? ദേ എ ഉള്ള എല്ലാം ഒഴിവാക്കാം. ഇതൊഴിവാക്കി ഓൾ ആർ ട്രൂവും ഒഴിവാക്കി. അപ്പോൾ എ തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യുകയാണ്? ആൻസർ കിട്ടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ള വഴികൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അത് കൃത്യമായിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് എപ്പോഴേ കിട്ടുള്ളൂ? എക്സാം എഴുതുക, നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക, ക്വസ്റ്റ്യനുകൾ പിന്നെയും ചെയ്യുക, പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഡേറ്റയും നിങ്ങൾക്ക് കിട്ടും. നോക്കൂ, ഡേറ്റ ഇല്ലാണ്ട് ഒരു എലിമിനേഷനും ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? വിത്തൗട്ട് എന്താ പറയുക, ഡേറ്റ ദർ ഈസ് നോ എലിമിനേഷൻ, ദർ ഈസ് നോ ക്വസ്റ്റൻ ഓഫ് എലിമിനേഷൻ ദർ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ എലിമിനേഷൻ ടെക്നിക്കിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒന്നും പഠിക്കാതെ കുറേ ഓപ്ഷൻ കിട്ടും, അത് നമുക്ക് കുറേ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം. കറക്കിക്കുത്തലല്ല എലിമിനേഷൻ. ഓക്കെ, അത് രണ്ടും തമ്മിൽ എന്താണ് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഭാഗം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ അവസാനിപ്പിക്കുന്നു. ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത് എന്നറിയപ്പെട്ടിരുന്നത് ഏത് വിദേശികൾ ആയിരുന്നു എന്നതാണ് ചോദ്യം. ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിദേശികൾ ആരായിരുന്നു എന്നതാണ് ചോദ്യം വരുന്നത്. ആരാണ് ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? അതറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരായിരുന്നു. ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്നായിരുന്നു. ഡച്ചുകാർ അറിയപ്പെട്ടത് ലന്തക്കാർ എന്ന പേരിലായിരുന്നു. ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്നത് പരന്ത്രീസുകാർ എന്നായിരുന്നു. ബ്രിട്ടീഷുകാർ അറിയപ്പെട്ടിരുന്നത് വെള്ളക്കാർ എന്ന പേരിലായിരുന്നു. വെള്ളക്കാർ ബ്രിട്ടീഷുകാരാണ്, പറന്ത്രീസുകാർ ഫ്രഞ്ചുകാരാണ്, ലന്തക്കാർ ഡച്ചുകാരാണ്, പറങ്കികൾ പോർച്ചുഗീസുകാരാണ്. ഈ 4 പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി ഓർത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയായിരുന്നു.
1741 കുളച്ചൽ യുദ്ധം നടന്നു. മാവേലിക്കര ഉടമ്പടി 1753 നടന്നു. 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? എ ആൻഡ് ബി ട്രൂ, ഓൾ ആർ ട്രൂ, എ ആൻഡ് സി ആർ ട്രൂ, ബി ആൻഡ് സി ആർ ട്രൂ. ഏതാണ്? ഓൾ ആർ ട്രൂ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡച്ചുകാരുടെ പോർച്ചുഗീസുകാർ നമ്മൾ പറഞ്ഞില്ല 1604 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സാമൂതിരി തന്നെ ഡച്ചുകാരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഉടമ്പടിയിൽ ഒപ്പിടുക. കാരണം പോർച്ചുഗീസുകാർ കുഞ്ഞാലിയെ കൊന്ന രീതിയൊക്കെ കണ്ടപ്പോൾ സാമൂതിരിക്ക് മനസ്സിലായി ഇത് എന്താണ്, ഇത് ശരിയായിട്ടുള്ള രീതിയിലല്ല പോകാൻ പോകുന്നതെന്ന്. അപ്പോൾ പുതിയൊരു വിദേശ ശക്തിയായിട്ടുള്ള ഡച്ചുകാരുമായിട്ട് സാമൂതിരി എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം തന്നെ ഒപ്പിടുന്നത്. അതായത് ഡച്ചുകാർ ഇന്ത്യയിലെ ഒരു രാജാവുമായി ഒപ്പിടുന്ന ആദ്യ ഉടമ്പടി സാമൂതിരിയുമായിട്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? സാമൂതിരിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഡച്ചുകാർ ഇന്ത്യയുടെ ഈ തീരത്ത് താഴെ, ഇന്ത്യ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രീലങ്ക ഉണ്ടല്ലോ, ശ്രീലങ്കയിലെ പോർച്ചുഗീസുകാരുടെ സ്ഥലങ്ങളെല്ലാം അടിച്ചൊഴിപ്പിക്കും. പിന്നെ അങ്ങ് വെസ്റ്റേൺ കോസ്റ്റ് വഴിക്ക് മുകളിലോട്ട് അങ്ങ് കയറി വരികയാണ് ഡച്ചുകാർ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പിടിച്ച് എന്ത് ചെയ്യും, എല്ലാ ഭാഗങ്ങളിലേക്കും ഡച്ചുകാർ പോർച്ചുഗീസുകാർ ഒഴിപ്പിക്കും. ഇപ്പോൾ കൊച്ചി നോക്കുകയാണെങ്കിൽ 1663 എന്ത് ചെയ്യുന്നുണ്ട്, കൊച്ചി എന്ത് ചെയ്യുന്നുണ്ട്, കീഴടക്കുന്നുണ്ട് അവർ. മനസ്സിലാവുന്നുണ്ടോ? ഡച്ചുകാർ കൊച്ചി കീഴടക്കുന്നുണ്ട്. 1691 പ്രശസ്തമായിട്ടുള്ള വെട്ടം യുദ്ധം നടക്കുന്നത്. വെട്ടം യുദ്ധം നടക്കുന്നത് എപ്പോഴാണ്? 1691. ഇനി കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം ഈ സമയത്ത് ഫേമസ് ആണ് അല്ലേ. നമ്മൾ ഡച്ച് കൊട്ടാരം എന്ന് പറയും. പക്ഷേ ഡച്ച് കൊട്ടാരം ശരിക്കും കെട്ടുന്നത് ആരാ? പോർച്ചുഗീസുകാരാണ്. അത് ഡച്ചുകാർ കീഴടക്കിയ ശേഷം പിന്നീട് അത് ഡച്ച് പാലസ് എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്? മട്ടാഞ്ചേരി കൊട്ടാരം ഇല്ലേ, ഡച്ച് കൊട്ടാരം എന്ന് പറയില്ലേ, അത് പോർച്ചുഗീസുകാരാണ് ശരിക്കും അത് കെട്ടുന്നത്. മനസ്സിലാണ്ടോ? കെട്ടിയ വർഷത്തിലൊരു ചെറിയ പ്രശ്നമുണ്ട്. 1555 എന്നാണ് PSC റിലേറ്റഡ് ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെ ഞാൻ കണ്ടത്. വിക്കിപീഡിയയിൽ ഇത് 1545 അതൊന്ന് കൺഫേം ചെയ്യണം. നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടരുണ്ടെന്നുണ്ടെങ്കിൽ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത്, പോർച്ചുഗീസുകാർ ഡച്ച് കൊട്ടാരം അല്ലെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചത് ഏത് വർഷമാണ് എന്ന് നിങ്ങൾ കൺഫേം ചെയ്ത് നിങ്ങൾ അടിയിലൊന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 തലത്തിലും ഉത്തരങ്ങൾ കാണുന്നുണ്ട്. സോ ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളൊന്നും ചെയ്യുക, കൃത്യമായിട്ട് അതൊന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഡച്ചുകാർ രീതിയിൽ ഇങ്ങനെ എന്താണ് എല്ലാം പോയി, അവർ പോർച്ചുഗീസുകാരെ പോലെ മതപരമായിട്ട് ഇങ്ങനെ ആളുകളെയൊക്കെ അടിച്ചമർത്തുന്ന ആളുകളായിരുന്നില്ല. അപ്പോൾ ഏതാണ്ട് ഡച്ചുകാർ ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഭരണം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഡച്ചുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്ത, അവരുടെ ഭാഗത്തു നിന്ന് പോർച്ചുഗീസുകാർ ചെയ്ത ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്, ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ എന്ത് ചെയ്യുകയാണ്, പൊങ്ങി വരികയാണ് അല്ലേ. ആരായിരുന്നു അത്? അതായിരുന്നു മാർത്താണ്ഡവർമ്മ അല്ലേ. മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുകയാണ്, ഇങ്ങ് തെക്കുന്ന് തുടങ്ങിയിട്ട്, നമ്മളുടെ തെക്ക് നിന്ന് തുടങ്ങിയിട്ട് ഒരു തിരുവിതാംകൂർ എന്ന് പറയുന്ന ഭാഗം എടുക്കാനായിട്ടുള്ള ഒരു പടയോട്ടം ആരംഭിക്കുകയാണ് അല്ലേ. എല്ലാ ഇടങ്ങളും എന്ത് ചെയ്യുന്നു, ആറ്റിങ്ങലിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങ് ഒരു വലിയ പടയോട്ടം നടത്തുകയാണ് അല്ലേ. കായംകുളം, അമ്പലപ്പുഴ, എന്താ പറയുക, പിന്നെ വടക്കുംകൂറ്, തെക്കുംകൂറ് അല്ലേ, കൊച്ചിയുടെ അതിർത്തി വരേക്ക് അവർ എത്തുകയാണ് മാർത്താണ്ഡവർമ്മ ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം എന്താണ്, ഇരുമ്പിൻ്റെയും നിണത്തിൻ്റെയും അല്ലെ, ഇരുമ്പിൻ്റെയും ചോരയുടെയും എന്താ പറയുക നയമായിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയത്. ചോദ്യം ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് അല്ലേ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്താണ്, ബ്ലഡ് ആൻഡ് അയൺ അല്ലേ, ഇരുമ്പിൻ്റെയും അതുപോലെ തന്നെ എന്താണ്, ചോരയുടെയും രക്തത്തിൻ്റെയും എന്താ പറയുക നയത്തിലായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പോരാട്ടം നടത്തിയിരുന്നത്. ഇതൊക്കെ ചോദ്യങ്ങളാണ്, പണ്ടത്തെ ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിരുന്ന മാർത്താണ്ഡവർമ്മ മൊത്തം എന്താണ്, ഡച്ചുകാരുടെ എല്ലാ പ്ലാനും എന്ത് ചെയ്യുകയാണ്, കളയുകയാണ്. 1741 മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടിയിട്ട് ഡച്ച് സൈന്യത്തിനെ കുളച്ചലിൽ വെച്ചിട്ട് പരാജയപ്പെടുത്തുകയാണ്. ഈ യുദ്ധത്തിലാണ് ഡച്ചുകാരിലെ എന്താ പറയുക പോരാളിയായിരുന്ന ഡിലനോയ് എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ തടവുകാരനായിട്ട് പിടിക്കുകയും അദ്ദേഹത്തോട് എന്ത് ആവശ്യപ്പെടുകയാണ്, തൻ്റെ സൈന്യത്തിനെ യൂറോപ്യൻ രീതിയിൽ ആധുനീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറയുകയാണ്, പരിശീലിപ്പിക്കാൻ പറയുകയാണ്. ഡിലനോയ് പിന്നീട് തിരുവിതാംകൂറിൻ്റെ എന്തായി മാറുകയാണ്, വലിയ പടത്തലവനായിട്ട് മാറുകയാണ്. പിന്നീട് ടിപ്പു സുൽത്താൻ്റെ ആക്രമണങ്ങളും മറ്റും നടന്നു. നിങ്ങൾക്ക് അറിയാമല്ലേ, നെടുങ്കോട്ട നെടുങ്കോട്ട, പെരിയാറിൻ്റെ ഇപ്പുറത്ത് നെടുങ്കോട്ട കെട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നത്, അവിടെ തടയുന്നത് അല്ലേ. പിന്നീട് ടിപ്പു സുൽത്താൻ പിന്നിലോട്ട് പോകേണ്ടത്. ബ്രിട്ടീഷുകാരെന്താണ്, തിരുവിതാംകൂറിൻ്റെ ഉള്ളിലേക്ക് ടിപ്പു കയറാറായപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ്, അങ്ങ് ശ്രീരംഗപട്ടണത്തും മദ്രാസിലും ആക്രമണം അഴിച്ചുവിടുകയാണ്. അപ്പോൾ ടിപ്പുവിന് തിരിച്ചു പോകേണ്ട ആവശ്യം വരികയാണ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർ നമ്മളുടെ ഇവിടുത്തെ
തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെ സൈന്യം തന്നെ എന്താണ്, നമ്മളുടെ കാർത്തിക തിരുനാളിൻ്റെ അല്ലേ ധർമ്മരാജയുടെ സമയത്താണ് യുദ്ധം നടക്കുന്നത്. ആ സമയത്ത് രാമറാവു, നമ്മുടെ ദിവാൻ ഉണ്ടായിരുന്നു, ഡിലനോയ് ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം എന്ത് ചെയ്യുന്നുണ്ട്, ടിപ്പുവിനെതിരെ നമ്മളുടെ താഴെ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നടക്കുന്ന ഈ യുദ്ധത്തിലേക്കും ഈ എന്താ പറയുക ഡിലനോയ് വലിയൊരു സ്ഥാനം എന്ത് ചെയ്തിരുന്നു, വലിയൊരു സാന്നിധ്യമായിരുന്നു, വലിയ പടത്തലവൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് കുളച്ചൽ യുദ്ധത്തിന് ശേഷം പതുക്കെ എന്ത് സംഭവിക്കുകയാണ്, ഇവിടുത്തെ ഡച്ചുകാരുടെ എല്ലാ കാര്യങ്ങളും താഴ്ത്തിക്ക് വരുന്നു. 1753 മാവേലിക്കര ഉടമ്പടിയും എന്ത് ചെയ്യുകയാണ്, തിരുവിതാംകൂറും അതായത് മാർത്താണ്ഡവർമ്മയും നമ്മളുടെ ഡച്ചുകാരും തമ്മിൽ ഒപ്പിടുകയാണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് അവസാനിക്കുകയാണ്, ഡച്ചുകാരുടെ ഇവിടുത്തെ ഒരു ആധിപത്യം അവസാനിക്കുകയാണ്. സോ ആൻസേഴ്സ് എങ്ങനെയാണ്, എല്ലാം ശരിയാണ്. ഓക്കെ ആണല്ലോ. ഇനി ദ ഫസ്റ്റ് ട്രീ മെൻഷൻഡ് ഇൻ ഹോർത്തൂസ് മലബാറിക്കസ് ഈസ് കോക്കനട്ട് ട്രീ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചാണ് എന്ത് ചർച്ച. അപ്പോൾ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കുറേയധികം ഇൻഫോർമേഷൻ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് PSCയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് കുറച്ച് പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ആ പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ പ്രത്യേകത, ഏത് ഭാഷയിലാണത് പ്രസിദ്ധീകരിക്കുന്നത്, ലാറ്റിൻ ഭാഷയിൽ ആംസ്റ്റർഡാമിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രസിദ്ധീകരിക്കുന്നത് അല്ലേ. 12 വോളിയങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രസിദ്ധീകരിക്കുന്നത് അല്ലേ. 1678 മുതൽ തുടങ്ങി 1703 വരെയുള്ള വർഷങ്ങളുടെ ഇടയിൽ 12 വോളിയങ്ങളായിട്ട്, എത്ര വോളിയംസാണ് ഉണ്ടായിരുന്നത്, 12 വോളിയങ്ങളിലായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആരാണ്, കൊച്ചിയിലെ ഡച്ച് ഗവർണറായിട്ടുണ്ടായിരുന്ന ഹെൻറിക് വാൻ റീഡ് ആയിരുന്നു. ഹെൻറിക് വാൻ റീഡ് ആയിരുന്നു ഇത് രചിച്ച ആൾ അല്ലേ. ഈ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നത്, മലബാറിൻ്റെ ഉദ്യാനം. മലബാറിൻ്റെ ഉദ്യാനം എന്നറിയപ്പെടുന്ന എന്താ പറയുക 12 വാള്യങ്ങളായിട്ട് ഇത് കേരളത്തിലെ സസ്യസമ്പത്താണ് ഇതിൽ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സസ്യങ്ങളുടെ അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ, അതിമനോഹരമായിട്ടുള്ള വിവരങ്ങൾ, ഇതെല്ലാം അടങ്ങിയ അതിമനോഹരമായിട്ടുള്ള എന്താ പറയുക, ഞാൻ കുറേ അല്ലേ അതിമനോഹരം പറയുന്നു, അതിഗംഭീരമായിട്ടുള്ള എന്താ പറയുക ഒരു പുസ്തകമായിരുന്നു ഈ ഒരു മലബാറിൻ്റെ ഉദ്യാനം എന്നറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്കസ്. മറ്റൊരു പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്, മലയാളം ലിപി ആദ്യമായി അച്ചടിച്ച് വന്ന പുസ്തകമാണിത്. മനസ്സിലാവുന്നുണ്ടോ? മലയാളം ലിപി ആദ്യമായിട്ട് എന്താണ്, ചിത്രമായിട്ടാണ് അച്ചടിക്കപ്പെടുന്നത്. ഓക്കെ, ഒരു ചിത്രത്തിലാണ് എന്താണ് നമുക്കത് കാണാൻ പറ്റുന്നത്. പക്ഷെ എന്ത് ചെയ്യുകയാണ്, ഈ ലിപി ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യമായിട്ട് മലയാളം ലിപി അച്ചടിച്ച് വരുന്നത് ഹോർത്തൂസ് മലബാറിക്കസിലാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ ഒരാൾ ആധുനിക കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് KS മണിലാലാണ്. ആരാണ്? KS മണിലാൽ. ഈ KS മണിലാൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ കൂട്ടർ, ഹോർത്തൂസ് മലബാറിക്കസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും തർജ്ജമ ചെയ്യുന്നത് KS മണിലാലാണ്. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, പത്മശ്രീ പുരസ്കാരം കിട്ടുന്നുണ്ട്. ഇദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്, പത്മശ്രീ പുരസ്കാരം 2020 അദ്ദേഹത്തിന് ഈ നമ്മളുടെ KS മണിലാലിന് ലഭിക്കുന്നുണ്ട്. ഇത് പുതിയ ആൾ. ഇനി പണ്ട് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അതിൽ ഒരാൾ ഒരു വൈദ്യനാണ്. മനസ്സിലാവുന്നുണ്ട്? ഒരു ഈഴവ വൈദ്യനായിട്ടുള്ള ഇട്ടി അച്യുതനുണ്ട്. ആരാണ്? ഒരു ഈഴവ വൈദ്യനായിട്ടുള്ള ഇട്ടി അച്യുതനാണ് ആ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ചെടികളെക്കുറിച്ചുള്ള പ്രധാന ഇൻഫോർമേഷൻസൊക്കെ വാൻ റീഡിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരായിട്ടുണ്ടായിരുന്ന 3 ഭട്ടുകളുണ്ട്. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്. ഇവരെല്ലാം ഭട്ടുമാർ. ഇവർ ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ്. ഈ 3 പേരും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരും വളരെ കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ഇദ്ദേഹത്തിന് വാൻ റീഡിന് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇറ്റാലിയൻ എന്താ പറയുക ഒരു സന്യാസി ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ സന്യാസി ഉണ്ടായിരുന്നു, മാത്തേയൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹവും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഇത്രയധികം ആളുകളും ഇത്രയധികം സംഭവങ്ങളും കൂടിച്ചേർന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലെ ആദ്യത്തെ ചിത്രം
തെങ്ങിൻ്റെ, കോക്കനട്ട് ട്രീയുടെയാണ്. അവസാനത്തെ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? ആൽമരമാണ്, അരയാലിൻ്റെയാണ് അവസാനത്തെ ചിത്രം എന്ന് പറയുന്നത്. ഇട്ടി അച്യുതൻ വാസ് ദ ഈഴവ വൈദ്യൻ ഹു ഹെൽപ്ഡ് പ്രിപ്പയറിംഗ് ഹോത്തൂസ് മലബാർക്കസ്, ശരിയാണ്. 742 പ്ലാന്റ് വെറൈറ്റീസ് ആർ മെൻഷൻഡ് ഇൻ ഹോത്തൂസ് മലബാർക്കസ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 742 എന്ത് ചെയ്യുകയാണ്? സസ്യങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ആകെ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളൊന്നും ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി ഇല്ല എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, 742 പ്ലാന്റുകൾ, 742 അധ്യായങ്ങളെന്നും ചിലപ്പോൾ പറയാം. ഓക്കെ, 742 അധ്യായങ്ങളെന്ന് പറയാം. ഇതിലാകെ കൂടി 794 ചിത്രങ്ങളും ഉണ്ട്. 794 ചിത്രങ്ങളും ഇതിൽ ഉണ്ട്. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല ഇനി എന്ന് വിശ്വസിക്കുന്നു. ഹോർത്തൂസ് മലബാർക്കസുമായി ഒന്നും ഇനി തെറ്റിക്കരുത്. ദ ലാസ്റ്റ് ഫോറിൻ പവർ ടു റീച്ച് കേരള ആരാണ്? നമ്മളെപ്പോഴും വിചാരിക്കുക ബ്രിട്ടീഷ് എന്നാണ്, പക്ഷേ ബ്രിട്ടീഷ് അല്ല, ഫ്രഞ്ചുകാരാണ് അവസാനം ഇവിടെ എത്തുന്ന ആളുകൾ, അല്ലേ? നമ്മൾ ബ്രിട്ടീഷുകാർ അവസാനം വരെ ഉണ്ടായിരുന്നു, അവസാനം വരയ്ക്കും ശരിക്കും ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരല്ല, അല്ലേ? ഏറ്റവും അവസാനം വിട്ടുപോകുന്നത്, ഏറ്റവും ആദ്യം ഇന്ത്യയിലേക്ക് വരുന്നതും ഏറ്റവും അവസാനം ഇവിടുന്ന് പോകുന്നവരാണ് പോർച്ചുഗീസുകാർ, അല്ലേ? ഗോവയിൽ നിന്ന് ഒഴിപ്പിക്കുന്നവരെ അവന്മാരെന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ആദ്യം വരുന്നതും ലാസ്റ്റ് പോകുന്നതും ഇന്ത്യയിൽ പോർച്ചുഗീസുകാരാണ്. കേരളത്തിലേക്ക് അവസാനം എത്തുന്ന ആൾക്കാരായിരുന്നു? അത് ഫ്രഞ്ചുകാരായിരുന്നു, ബ്രിട്ടീഷുകാർ ആയിരുന്നില്ല. ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എക്കണോമിക്സിൻ്റെ കുറച്ച് ഭാഗമാണ്. 5 ക്വസ്റ്റ്യൻ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് എന്ത് ചെയ്യാൻ വേണ്ടി പോയില്ല, അതുലിൻ്റെ അടുത്ത് എടുക്കാനായിട്ട് പറഞ്ഞില്ല. ഞാൻ തന്നെ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാക്കി പോർഷനിലേക്ക് കിടക്കുന്ന സമയത്ത് അതുൽ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇത്തരം കാര്യങ്ങൾ വന്നിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നോക്കൂ, ആദ്യത്തെ ചോദ്യം എന്താ? സംഘാടനത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഫാക്ടർ കോസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താണ് 2 കാര്യങ്ങൾ എന്ത് പറയുകയാണ്, എന്ത് ചെയ്യുന്നത്, പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് നമുക്ക് എന്താണ് അറിയാം, അല്ലേ? ഉൽപ്പാദനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്, അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്, പ്രൊഡക്ഷൻ നടക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫാക്ടർ കോസ്റ്റുകളും ഉണ്ട്, അല്ലേ? ഫാക്ടർ കോസ്റ്റുകളുണ്ട്. പ്രൊഡക്ഷന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ലാൻഡ് അഥവാ ഭൂമിയുണ്ട്, അല്ലേ? രണ്ടാമത്തേത് ഏതായിരുന്നു? ലേബർ അഥവാ തൊഴിൽ, അല്ലേ? തൊഴിലാളി ഉണ്ട്, അല്ലേ? ലേബർ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെന്താ? മൂലധനം അഥവാ ക്യാപിറ്റൽ ഉണ്ട്, അല്ലേ? പിന്നെന്താണ്? ഓർഗനൈസേഷൻ അഥവാ എന്താണ്, അല്ലെങ്കിൽ എന്ത് പറയാം, ഓൺട്രപ്രണർ, അല്ലേ? ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയാം. ഇപ്പോൾ ഇത്ര ആളുകളുണ്ട്, അല്ലേ? ഇതിൽ ഈ ഓരോന്നിനും ലാൻഡ് എന്താണ്? അപ്പോൾ ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷൻ, അല്ലേ? അത് ഓൺട്രപ്രണർ, ഒരാൾ ഇതൊക്കെ നടത്തണമല്ലോ. ലാൻഡും ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യാൻ ഒരാളും കൂടി വേണമല്ലോ. ഇത് 4 കൂടുമ്പോഴാണ് എന്ത് നടക്കുന്നത്? പ്രൊഡക്ഷൻ നടക്കുന്നത്, മനസ്സിലാവുന്ന ഉൽപ്പാദനം നടക്കുന്നത്. ഇനി ഇവയോരോന്നിനും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്? കോസ്റ്റുകളുണ്ട്. ഒരു ലാൻഡ് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ ലാൻഡിന് പകരമായിട്ട് എന്ത് പോകേണ്ടതുണ്ട്? റെൻറ്റ്, വാടക ആവശ്യം വരും. മനസ്സിലാവുന്നുണ്ടോ? ലേബർ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ലഭിക്കണം? കൂലി, വേജ് അപ്പുറത്ത് ലഭിക്കണം. ക്യാപിറ്റൽ, അല്ലേ? ക്യാപിറ്റലായിട്ടൊരു എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഒരു ഓർഗനൈസേഷൻ, അല്ലേ? ഒരു സാധനം ഓർഗനൈസ് ചെയ്യുകയാണ്, ഒരാൾ ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുകയാണ്. ആ ഓൺട്രപ്രണറിന് എന്ത് കിട്ടണം? പ്രോഫിറ്റ് കിട്ടണം. മനസ്സിലായോ? അപ്പോൾ ഓരോ ഫാക്ടർ പ്രൊഡക്ഷനും അതിന് അനുബന്ധമായ ഫാക്ടർ കോസ്റ്റുകളുണ്ട്. ലാൻഡിനത് റെൻ്റാണ്, ലേബറിനത് വേജാണ്, ക്യാപിറ്റലിനത് ഇൻട്രസ്റ്റാണ്, ഓർഗനൈസേഷൻ അഥവാ ഓൺട്രപ്രണർക്ക് അത് പ്രോഫിറ്റാണ് എന്ന് ചെയ്യുക. വളരെ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ സംഘാടനത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? സംഘാടനം അഥവാ ഓർഗനൈസേഷൻ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഇറ്റ് ഈസ് പ്രോഫിറ്റ്. കൃത്യമാണല്ലോ? 10ാമത്തെ ചോദ്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതും ഇതേപോലത്തെ ഒരു കാര്യമാണ്. എന്താണ്? താഴെ തരുന്നവയിൽ ഉൽപ്പാദന ഘടകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലാൻഡ് അല്ലേ? ലാൻഡാണ്. ലേബർ അല്ലേ? ലേബറാണ്. ഓർഗനൈസേഷൻ അല്ലേ? ആണ്. ഇൻട്രസ്റ്റ് അല്ല, അല്ലേ? ഇൻട്രസ്റ്റ് എന്താണ്? അത് ഫാക്ടർ കോസ്റ്റാണ്. അവിടെ എന്താണ്? ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ട്, അല്ലേ? ക്യാപിറ്റലാണ് ഇവിടെ വരേണ്ടത്, അല്ലേ? ക്യാപിറ്റലിൽ കിട്ടുന്ന ഫാക്ടർ കോസ്റ്റാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കൃത്യമാണല്ലോ? ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് പബ്ലിഷ്ഡ് ഇൻ 1890 emphasized on human welfare. Who was the author of this book?
പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആര് എന്നതാണ് വളരെ ചുരുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മളോട് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് എന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടെ വകയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷലിൻ്റേതാണ്. നമ്മൾ ചിലപ്പോൾ ഹ്യൂമൻ വെൽഫെയർ എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ഇനി എങ്ങാനും കാൾ മാർക്സ് ആണെന്നൊക്കെ പറയാൻ തോന്നും. പക്ഷെ അല്ല, ആരാണ്? ആൽഫ്രഡ് മാർഷൽ തന്നെയാണ്. ആൽഫ്രഡ് മാർഷൽ ഒരു ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആയിരുന്നു, മനസ്സിലാവുന്നുണ്ടോ? വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് വർഷങ്ങൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകമായിട്ട് അതെന്ത് ചെയ്യുകയാണ്, തുടരുകയാണ്, മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കില്ലേ, എന്താ പറയുക, സപ്ലൈ ഡിമാൻഡ് തിയറീസ് നമ്മൾ പഠിക്കില്ല. ഈ സപ്ലൈ ഡിമാൻഡുമായിട്ട് റിലേറ്റഡ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇതെല്ലാം എന്താണ്? എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളുണ്ട്. എലമെൻറ്റ് ഓഫ് എക്കണോമിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് പോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് ഇത് എലമെൻറ്റ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? എലമെൻറ്റ് ഓഫ് എക്കണോമിക്സ്, ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്, എലമെൻറ്റ് ഓഫ് എക്കണോമിക്സ്, ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയിട്ടുള്ള എന്താണ്, മറ്റൊരു പുസ്തകമാണ്. അതുപോലെ തന്നെ മണി, ക്രെഡിറ്റ് ആൻഡ് കൊമേഴ്സ് അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകമാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പോൾ ആൽഫ്രഡ് മാർഷലാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എഴുതിയത്. ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ഭാഗം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി പെയർഡ്? തെറ്റായിട്ട് ഏതാണ് പെയർ ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. ആദം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ശരിയാണെന്നറിയാം. കാൾ മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ശരിയാണ്. ലയണൽ റോബിൻസ് വിഭവങ്ങളുടെ പരിമിതി, അത് ശരിയാണ്. ലയണൽ റോബിൻസ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലയണൽ റോബിൻസ് അദ്ദേഹം പ്രധാനമായിട്ടും ലയണൽ റോബിൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടൊരു പുസ്തകമുണ്ട്, ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്നാണ്, വിഭവങ്ങൾ, റിസോഴ്സുകൾ എന്താണ്, പരിമിതമാണ്. അവ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവയുടെ യൂസേജ് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ് ലയണൽ റോബിൻസ് എന്ന് പറയുന്ന ആൾ, മനസ്സിലാവുന്നുണ്ടോ? ഇനി തെറ്റായിട്ടുള്ളത് ഇതാണ്. ലെസേ ഫെയർ സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ വെച്ചാൽ ആദം സ്മിത്തിൻ്റേതാണ് ആ തിയറി. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ, ഈ തിയറി തന്നെ ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സിൽ, അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക രംഗത്ത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഒട്ടും തന്നെ ആവശ്യമില്ല. ലെസേ ഫെയർ ചെയ്തെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിന് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. അതായത് ക്യാപിറ്റലിസം എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുക, ഒരു മൂർത്ത ഭാവമാണ് ഇവിടെ പറയുന്നത്. ഗവൺമെൻറ് ജസ്റ്റ് റോഡ് കെട്ടിക്കൊടുക്കാനും റെയിൽവേ പാളിടാനുമുള്ള ആൾ, അതിനുപോലും ശരിക്കും പറഞ്ഞാൽ വേണ്ട. അതായത് ഒരു ഭരണം, പബ്ലിക് ഓർഡർ നോക്കി നടത്താനുള്ള ഒരാളായിട്ട് ഗവൺമെൻറ് അവിടെ മതി, മനസ്സിലാവുന്നു? നിയമം നോക്കി നടത്താൻ, അല്ലാണ്ട് ഫൈനാൻസ് എന്താണ്, അതിൽ ഗവൺമെൻറ് ഇടപെടേണ്ട ആവശ്യമില്ല. അതെന്ത് ചെയ്തോളും, മാർക്കറ്റ് തന്നെ നിയന്ത്രിച്ചോളും. ആര് തന്നെ നിയന്ത്രിച്ചോളും? മാർക്കറ്റിൽ നല്ല പ്രൊഡക്റ്റ് വന്നാൽ അതെന്ത് ചെയ്യും, നിലനിൽക്കും. തെറ്റായ പ്രൊഡക്റ്റ് പോവും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മാർക്കറ്റ് എല്ലാം നിയന്ത്രിച്ചോളും എന്ന് പറയുന്ന ലേസേ ഫെയർ സിദ്ധാന്തം, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണ്ട എന്ന് പറയുന്ന സിദ്ധാന്തം ആദം സ്മിത്തിൻ്റേതാണ്, ആൽഫ്രഡ് മാർഷലിൻ്റേത് അല്ല, മനസ്സിലാവുന്നുണ്ടോ? ആൽഫ്രഡ് മാർഷലിൻ്റേത് അല്ല. ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ആദം സ്മിത്ത് തന്നെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ ഇതുകൊണ്ട് തന്നെ ഇത്തരം ലേസേ ഫെയർ സിദ്ധാന്തം നമുക്ക് എന്തൊക്കെ പറഞ്ഞ് ഇദ്ദേഹം തന്നെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ എന്താ പറയുക, പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ആഡം സ്മിത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്താണ് അറിയോ? വെൽത്ത് ഓഫ് നേഷൻസ് അല്ലേ, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് അല്ലേ, വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാനായിട്ട് കൂട്ടുകാർ നോക്കുക. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് J.M. കെയ്ൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ J.M. കെയ്ൻസും ഇതുപോലെ തന്നെ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി അല്ലേ. ഹി ഹെയിൽ ഫ്രം ഇംഗ്ലണ്ട്, ശരിയാണ്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്, പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹിസ് വർക്ക് ദ എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് പീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്, അതും ശ്രദ്ധിക്കുക. ഞാൻ ഈ ഡേറ്റ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ക്വസ്റ്റൻ ഉൾപ്പെടുത്തിയത്. കെയ്ൻസിനെ കുറിച്ചുള്ള ചോദ്യമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, ആഡം സ്മിത്ത് എപ്പോഴും വരാറുണ്ട്. കെയ്ൻസും എന്താണ്, കെയ്ൻസിനെ കുറിച്ച് സർഫേസ് ലെവലിൽ പറഞ്ഞ് പലപ്പോഴും പോകാറുണ്ട്. സോ എന്താണ്, ഈ എക്സ്ട്രാ കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയതാണ്. ദ എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് പീസ് എക്സ്പ്രസ്ഡ് കൺസേൺസ് അബൌട്ട് ദ ഫൈൻ ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി. അതായത് ജർമ്മനിയുടെ മേലെന്താണ് അധികമായിട്ടുള്ള, വെർസൈലസ് ഉടമ്പടിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ജർമ്മനിയുടെ മേൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് അധികമായിട്ടുള്ള ഭാരങ്ങൾ എന്താണ്, ഈ എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് പീസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒന്ന് പരാമർശിക്കുകയും വിമർശിക്കുകയും അതിന്മേലുള്ള കൺസേണുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് തന്നെയാണ് പിന്നീട് എന്തായി മാറുന്നത്, പ്രശ്നമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓൾ ആർ കറക്റ്റ്.
ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളുടെ ഇത്രയും ചോദ്യങ്ങൾ എന്താണ് നമ്മൾ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? ആരാണ്? ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ് എന്ന കാര്യം ആലോചിക്കുക. ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആഡം സ്മിത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ഇനി വീണ്ടും ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അടുത്ത ഭാഗം മുതൽ നിങ്ങൾക്ക് റീബ എന്ത് ചെയ്യുന്നതായിരിക്കും, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇംഗ്ലീഷിൻ്റെ പോർഷനിൽ ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കുക. വളരെ കൃത്യമായിട്ട് നൗൺസിനെയും പ്രോനൗൺസിനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു എവരിവൺ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മാത്രമല്ല ഇംഗ്ലീഷിന്റെ റൂൾസ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ടോപ്പിക്, നമ്മളിപ്പം നൗൺ ആയിക്കോട്ടെ, പ്രോനൗൺ ആയിക്കോട്ടെ, ഏതൊരു ടോപ്പിക് എടുത്താലും നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ തേർഡ് പേഴ്സൺ പ്രോനൗൺ. ഇതില് തേർഡ് പേഴ്സൺ പ്രോനൗണിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? നോട്ട് ആൻ എക്സാമ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മള് ഇതറിയാവുന്നതാണെങ്കിൽ പോലും വായിച്ചു നോക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മള് ധൃതിക്ക് ചെയ്യുമ്പോൾ ഈ നോട്ട് അവിടെ കാണില്ല. അപ്പൊ ആദ്യം ചാടി കയറി തേർഡ് പേഴ്സൺ പ്രോനൗൺ തന്നെ കാണുന്ന ഏതൊരു തേർഡ് പേഴ്സൺ പ്രോനൗൺ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ടേ ചെയ്യാവുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തേർഡ് പേഴ്സൺ പ്രോനൗൺ ആണ്. തേർഡ് പേഴ്സൺ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെ പറ്റിയാണോ സംസാരിക്കുന്നത്, അതായത് നമ്മൾ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മൾ സ്പീക്കർ ആരെ പറ്റിയാണോ പറയുന്നത് അയാൾക്കാണ് നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാൻ, എന്റെ, ഞങ്ങൾ എന്നൊക്കെ പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ വരുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നീ, യു എന്ന വ്യക്തി അല്ലെങ്കിൽ യോർ. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐയും യുവും കൂടെ സംസാരിക്കുന്ന ആരെ പറ്റിയാണോ അവർ, ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെയാണ് തേർഡ് പേഴ്സൺ. അപ്പൊ ഇതിൽ വരാത്തതൊക്കെ എന്താണ്? ഇതൊന്നും തേർഡ് പേഴ്സൺ അല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തേർഡ് പേഴ്സൺ അല്ലാത്ത ഏതാണ് തേർഡ് പേഴ്സൺ അല്ലാത്തത്? വി ആണ് തേർഡ് പേഴ്സൺ അല്ലാത്തത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. യെസ്, next question, 17th one. Which of the following is a relating pronoun? എന്താണ് ഈ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാല്? റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് ഒരു സെന്റൻസിൽ രണ്ട് ക്ലോസുകൾ തമ്മിലോ രണ്ട് ഫ്രേസസ് തമ്മിലോ ഉള്ള ഒരു റിലേഷൻ കാണിച്ചു തരികയാണ് ഈ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സെന്റൻസിലോ അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഫ്രേസുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകൾ തമ്മിലുള്ള റിലേഷൻ കാണിച്ചു തരും. ഒരു എക്സാമ്പിൾ നോക്കാം. The girl who stands there is my friend. The girl who stands there is my friend. അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടി എന്റെ ഫ്രണ്ട് ആണ്. അപ്പോ ആ പെൺകുട്ടി, ഒരു പെൺകുട്ടിയും എന്റെ ഫ്രണ്ടും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പെൺകുട്ടിയും എന്റെ ഫ്രണ്ടും ഇത് രണ്ടും ഒന്നാണ്, അല്ലെങ്കിൽ ആ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കാണിച്ചു തരികയാണ് ഹു എന്ന റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ ഈ റിലേറ്റീവ് പ്രോനൗൺസ് യൂഷ്വലി കുറച്ച് ചില സെൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ വരാനാണ്. കാരണം ഈ ഇൻട്രോഗേറ്റീവ് പ്രോനൗണും ചില ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസും ഒക്കെ ഈ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് കാണുമ്പോൾ സിമിലർ ആയിട്ടൊക്കെ നിൽക്കും. അപ്പൊ പലർക്കും ആ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. റിലേറ്റീവ് പ്രോനൗണും അതുപോലെ നമ്മുടെ ഇൻട്രോഗേറ്റീവ് പ്രോനൗണും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ രണ്ട് ക്ലോസുകൾ തമ്മിലുള്ള റിലേഷൻ ആണ് കാണിച്ചു തരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ്. നമുക്ക് ഇവിടെ എക്സാമ്പിൾസ് കൂടെ നോക്കാം അല്ലെ.
Yes, several. Examples അല്ല ഓപ്ഷൻ several. ഇനി who, one. ഏതാണ് റിലേറ്റീവ് പ്രോണൗൺ? ഇവിടെ ഏതാണ്? who എന്ന് പറയുന്നതാണ് അവിടത്തെ റിലേറ്റീവ് പ്രോണൗൺ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം 18th question. Which of the following is not a demonstrative pronoun? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ അല്ലാത്തത്? Again, not a demonstrative pronoun എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? Not. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് നമുക്ക് 4 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? this, that, these, those. ഈ 4 എണ്ണമാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ അല്ലെ? അപ്പൊ ദിസും ദാറ്റും എന്താണ്? സിംഗുലർ ആണ്. അതുപോലെ ദീസും ദോസും പ്ലൂറൽ. ദിസും ദീസും കുറച്ച് നിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്തുള്ള കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് നമ്മൾ ദിസും ദീസും യൂസ് ചെയ്യും. ദാറ്റും ദോസും കുറച്ച് ദൂരെയുള്ള കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് യൂസ് ചെയ്യും. നമ്മൾ പറയാണ് ദിസ് ഈസ് ആൻ ആപ്പിൾ, ദാറ്റ് ഈസ് എ ബോയ്, ദീസ് ആർ മൈ ഷൂസ്, ദോസ് ആർ മൈ ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പോയിന്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ പോയിന്റ് ചെയ്ത് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺ ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതാണ്? ദിസ്, ദോസ്, ദീസ്. ഏതാണ്? them എന്ന് പറയുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് 19th question അല്ലേ? Identify the word in italics in the sentence. Did someone see a red bag on the counter? Did someone see a red bag on the counter? ഇവിടെ നമ്മുടെ ഈ തന്നിരിക്കുന്നതിന് ഇറ്റാലിക്സിലായിട്ട് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല അല്ലെ? Did someone see a red bag on the counter? അപ്പൊ ഞാൻ ഇതിനകത്തെ വേർഡ്സ് ഓരോന്നും അതേത് ടൈപ്പ് ആണ് അല്ലെങ്കിൽ എന്താണ് എന്ന് പറയാം. ഓക്കെ. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഇതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, നമുക്ക് ഇതിനകത്ത് ഒരു ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഉണ്ട്. ഏതാണ്? someone എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്. someone, somebody അത് നമ്മുടെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്. ഓക്കെ. someone ഉണ്ട്, അത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ് ഈ someone എന്ന് പറയുന്നത്. ഇനി പൊസസീവ് പ്രോനൗൺ ഉണ്ടോ? ഇല്ല. adjective ഉണ്ടോ ഇതിനകത്ത്? യെസ്. ഇതിനകത്ത് നമുക്ക് കളർ വേണമെങ്കിൽ റെഡിഷ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇപ്പോ adjective, adverb അങ്ങനെ ഓരോന്നും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് ഏതെങ്കിലും നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനകത്ത് ഈ പറയുന്ന someone ആണ് തന്നിരിക്കുന്നത്. യെസ്, പ്രസൻസ് എനിക്ക് കിട്ടി. someone ആണ് തന്നിരിക്കുന്നത്. അപ്പൊ someone എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്. ഞാൻ വേറെ ക്വസ്റ്റ്യൻ നോക്കുമായിരുന്നു. യെസ്, നിങ്ങളുടെ ഇതിനകത്ത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് വന്നിരിക്കുന്നത്. യെസ്, കറക്റ്റ് ആണ്. ഇവിടെ അത് നമ്മൾ ഇതിലെടുത്തപ്പം ഇറ്റാലിക്സ് മാറിയതാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 20th one. Select the correct collective noun to be used. Collective noun എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ്, ഒരു കളക്ഷൻ. യെസ്. A dash of sailors. A dash of sailors. Okay. Band, board, crew, company. Okay. നമുക്ക് നോക്കാം. ബാൻഡ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. മ്യൂസീഷ്യൻസ് നമ്മൾ പറയില്ലേ? ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, സിംഗേഴ്സ് പലർക്കും തെറ്റിപ്പോകും. ഓക്കെ. മ്യൂസീഷ്യൻസും സിംഗേഴ്സുമായിട്ട് പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അതായത് മ്യൂസീഷ്യൻസ്, ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് എന്നാണ് എഴുതാം. മ്യൂസീഷ്യൻസ് എന്നിട്ട് പറയാം. അതായത് സിംഗേഴ്സിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ ക്വയർ എന്നും മ്യൂസീഷ്യൻസിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ ബാൻഡ് എന്നും പറയും. ഇനി ബോർഡ് ആണെങ്കിലോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന്റെ ഗ്രൂപ്പിന് നമ്മൾ ബോർഡ് എന്ന് പറയും. ഇനി ക്രൂ അവിടെ നിൽക്കട്ടെ. കമ്പനി ഓഫ് ആക്ടേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ കാസ്റ്റ് ഓഫ് ആക്ടേഴ്സ് ഒക്കെ പറയും. പിന്നെ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഇറ്റ്സ് ക്രൂ. ക്രൂ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്രൂ. ഓക്കെ. ക്രൂ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ക്രൂ ഓഫ് സെയിലേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct collective noun to be used. A dash of sheep. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള
ആൻസർ എന്ന് 21st ക്വസ്റ്റ്യൻ. ഓക്കെ, എ ഡാഷ് ഓഫ് ഷീപ്പ്. പ്രൈഡ് ഓഫ് ലയൺ ആണ് നമ്മൾ പറയുന്നത്. പ്രൈഡ് ഓഫ് ലയൺ. ഓക്കെ, പ്രൈഡ് ഓഫ് ലയൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ലയണിന്റെ കളക്റ്റീവ് നൗൺ ആണ് പ്രൈഡ് എന്ന് പറയുന്നത്. പ്രൈഡ് ഓഫ് ലയൺ. ഫ്ലോക്ക് അവിടെ നിൽക്കട്ടെ. സ്വാം ഓഫ് ബീസ് എന്ന് പറയും. ബീസ് എന്ന് പറയും. ഓക്കെ, ഇനി ഹേർഡ് ഓഫ്. നമ്മള് ചിലടത്ത് ഹേർഡ് ഓഫ് ഷീപ്പ് എന്ന് പറയാറുണ്ട്, പക്ഷെ നമുക്ക് ഹേർഡ് ഓഫ് എലിഫൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹേർഡ് ഓഫ് കാറ്റിൽ എന്നൊക്കെ പറയാം. അങ്ങനെ നമുക്ക് എടുക്കാം. ആൻഡ് കറക്റ്റ് ആയിട്ട് ഇവിടെ വരുവാണെങ്കിൽ ഫ്ലോക്ക് ആണ് വരിക. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഹേർഡും പറയാറുണ്ട് കേട്ടോ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോ പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫ്ലോക്ക് ആണ്. ഹേർഡ് നമ്മൾ ഈ പറയുന്ന ഹേർഡ് ഓഫ് എലിഫൻസ്, ഹേർഡ് ഓഫ് കാറ്റിൽ, ഹേർഡ് ഓഫ് കൗസ് ഒക്കെ പറയാറുണ്ട്. അപ്പൊ ഓർക്കുക, നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഫ്ലോക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 22nd വൺ. കൺവേർട്ട് ദ adjective truth into an abstract noun. അബ്സ്ട്രാക്ട് നൗൺ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ട്രൂത്തിനെ അബ്സ്ട്രാക്ട് നൗൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ട്രൂത്ത്ഫുൾ ആണോ, പ്യുവർ ആണോ, ഓണസ്റ്റി ആണോ, ട്രസ്റ്റ്വർത്തി ആണോ? എന്തായിരിക്കും? ട്രൂത്ത് into an abstract noun. So truth എന്ന് പറഞ്ഞ എന്താണ്? മീനിങ് ഓഫ് ട്രൂത്ത്. നമ്മള് ട്രൂത്ത് എന്ന് പറഞ്ഞ എന്താണ്? ട്രൂത്ത് എന്താണ്? നമ്മള് ട്രൂത്ത് എന്നൊരു വേർഡ് എടുക്കുകയാണ്. ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നമുക്ക് സിമിലർ ആയിട്ട് തോന്നും. ഈ പറയുന്ന 4 ഓപ്ഷൻസ് സിമിലർ ആയിട്ട് തോന്നും, അല്ലെ? യെസ്, നമുക്ക് നോക്കാം ഇതില് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് നൗൺ. നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഇതിനെ അബ്സ്ട്രാക്ട് നൗണിലേക്ക് മാറ്റുക. ട്രൂത്ത് എന്ന് പറയുമ്പോൾ സത്യം എന്നാണ് അല്ലെ മീനിങ് വരുന്നത്. ഇനി അത് ഞാൻ മാറ്റുകയാണ്. ഓക്കെ, ഇനി ബാക്കി മീനിങ്സ് നമുക്ക് നോക്കാം. ട്രസ്റ്റ്വർത്തി എന്ന് പറഞ്ഞ എന്താണ്? വിശ്വസ്തരായിട്ടുള്ള ഒരാൾ, അല്ലെ? ഓണസ്റ്റി എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഇനി ട്രൂവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂവർ സത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വേണമെങ്കിൽ ട്രൂവർ എന്ന് നമുക്ക് പറയാം. ഇനി ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞ എന്താണ്? ട്രൂത്ത്ഫുൾ. വാട്ട് യു മീൻ ബൈ ട്രൂത്ത്ഫുൾ? സത്യസന്ധനായിട്ടുള്ള ഒരാള്, അല്ലെ? ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഒരു ക്വാളിറ്റി. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഐഡിയ ഒക്കെയാണ് പറയുന്നത്. ട്രൂത്തിന്റെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ ട്രൂത്ത്ഫുൾ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ട്രൂത്ത്ഫുൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Wisdom is always better than strength. Identify the type of underlined noun. Common ആണോ? അല്ല. Abstract noun ആണ്. Material അല്ല, collective അല്ല. Wisdom എന്ന് പറഞ്ഞാൽ abstract noun ആണ്. Abstract noun എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കാണില്ല, പക്ഷെ നമ്മൾ അതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരാൾക്ക് വരുന്ന ഒരു ഐഡിയ ആകാം, ഒരു തോട്ട് ആകാം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ പറ്റി പറയുന്ന ഒരു, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു എന്താണ്, മറ്റൊരാളെ പറ്റി നമ്മൾ പറയുന്ന ഒരു ക്വാളിറ്റി വേണമെങ്കിലും ആകാം. അതിനാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ഫിസിക്കൽ അപ്പിയറൻസ് കാണില്ല. അപ്പൊ ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ല, അതുകൊണ്ട് ഇത് വിസ്ഡം എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ നൗൺ? ഇതിൽ ഏതാണ് കോമൺ നൗൺ അല്ലാത്തത്? കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ വിശേഷിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഈ പറയുന്ന കോമൺ നൗൺ എന്ന് പറയുന്നത്, അല്ലെ? ആൻഡ് പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. ഇവിടെ ഏതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്? സിറ്റീസ്, ഫ്ലവേഴ്സ്, മുംബൈ എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് ഏതെങ്കിലും ഒരു പ്ലേസ് അല്ല. ഹിയർ ഐ എം ടോക്കിംഗ് അബൌട്ട് മുംബൈ പറ്റി പറയുന്നു. അതുകൊണ്ട് മുംബൈ എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രോപ്പർ നൗൺ ആണ്. ബാക്കി എന്നും സ്പെസിഫൈ ചെയ്തല്ല പറയുന്നത്. സിറ്റി, ഏത് സിറ്റി വേണമെങ്കിലും ആകാം, അല്ലെ? ഫ്ലവേഴ്സ്, ക്യാൻ ബി ഓഫ് എനി ഫ്ലവർ, അല്ലെങ്കിൽ ട്രീ, ഏത് ട്രീ വേണമെങ്കിലും ആക്കാം. ഓക്കെ, ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. എളുപ്പമുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഇത്? യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അബ്സ്ട്രാക്ട് നൗൺ? ട്രൂത്ത്, എയർ, ഐഡിയ, പ്യൂരിറ്റിനിസം. ഏതാണ് ഇതിനകത്ത് അബ്സ്ട്രാക്ട് നൗൺ അല്ലാത്തത്? നോട്ട് ആൻ അബ്സ്ട്രാക്ട് നൗൺ, നോട്ട് ദ പോയിന്റ്.
നോട്ട് ആൻ അബ്സ്ട്രാക്ട് നൗൺ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, നമുക്ക് നോക്കാം. ട്രൂത്ത്, എയർ, അല്ലെങ്കിൽ ട്രൂത്ത് ആണോ, എയർ ആണോ, ഐഡിയ ആണോ, ആണോ, ഏതായിരിക്കും? യെസ്, എയർ ആണ്. കാരണം നമ്മുടെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 5 സെൻസ് കൊണ്ടും അതിനെ ഫീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ, ടേസ്റ്റ് ചെയ്യാൻ, സ്മെൽ ചെയ്യാൻ ഒന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു ക്വാളിറ്റിക്ക് മാത്രമേ നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുള്ളൂ, അല്ലെ? പക്ഷേ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എയർ അല്ലെ, നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല അത് ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള കോൺസ്റ്റൻസ് കൂടുന്നതാണ് ഒരു എയർ, അല്ലെങ്കിൽ എയർ എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് കൂടുന്നതാണ്. അതുകൊണ്ട് എയർ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് നൗൺ അല്ല. ഓക്കെ ആണോ? സോ അതുകൊണ്ട് എയർ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ അല്ല. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെ? നമുക്ക് നന്നായിട്ട് അറ്റ്മോസ്ഫിയറിൽ പോകുമ്പോൾ നിങ്ങൾ പറയും ഫ്രഷ് എയർ ഒക്കെ ഒന്ന് കിട്ടി വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഒന്ന് ഫ്രഷ് പുറത്തുനിന്ന് പോയിട്ടൊന്ന് കുറച്ച് നാച്ചുറൽ എയർ ഒക്കെ ഒന്ന് കൊണ്ടിട്ട് ഫ്രഷ് എയർ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് എയർ ആണ് കറക്റ്റ് ആൻസർ. അപ്പോ ഈ 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിന് ഡൗട്ട് ഉണ്ടോ? സെറ്റ് അല്ലേ? തന്നെയാണല്ലോ കിട്ടിയതെന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. യെസ്, അത്രയേ ഉള്ളൂ.